നമസ്കാരം. മുഖവരകളില്ലാതെ ഒരു വ്യക്തി, ആ വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കോട്ടക്കലിലെ 2.0 KK എന്നറിയപ്പെടുന്ന KK നാസറാണ് ഇന്ന് നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം ഏറ്റെടുത്ത് നവാവിഷിൻ്റെ പ്രേക്ഷകരോടൊപ്പം ചേരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും KK at 2.0 സ്വാഗതം. നാസറക്ക, എല്ലാവിധ ആശംസകളും. താങ്ക് യു. KK at 2.0 നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര്. ഓക്കെ. കോട്ടക്കൽ രണ്ടാം തവണയും ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും. എന്താണ് നവാവിഷിലെ പ്രേക്ഷകരോട് പറയാനുള്ളത്? കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ UDF വോട്ട് ചെയ്ത മുഴുവൻ ആളുകളോടും ഞങ്ങളെ വിജയിപ്പിച്ച ജനങ്ങളോടും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഞങ്ങൾ ഇലക്ഷന് മുന്നേ തന്നെ 25+ ആണ് ഞങ്ങളുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നത്. അത് 28 വരെ പോകുമെന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിച്ച് ജനങ്ങളാണ്, കോട്ടക്കലിലെ ജനങ്ങളാണ് അത് സ്വീകരിച്ചത്. അങ്ങനെ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിജയം സമ്മാനിച്ച എൻ്റെ പ്രിയപ്പെട്ട കോട്ടക്കലിലെ ജനങ്ങളോട് രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾക്ക് വോട്ട് ചെയ്തവരുണ്ട്. ഞങ്ങളെയാണ് ഈ നഗരസഭയുടെ ഭരണം ഏൽപ്പിക്കാൻ നല്ലതെന്ന് തീരുമാനത്തിലെത്തിയ കോട്ടക്കലിലെ നിവാസികളോട്, ജനങ്ങളോട്, സുഹൃത്തുക്കളോട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട്, പ്രവർത്തിച്ചവരോട് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഈ നവാവിഷനിലൂടെ ഞങ്ങൾ അറിയിക്കുകയാണ്. നസറക തുടങ്ങിയപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടങ്ങിയതുകൊണ്ട് നമുക്ക് വികസനത്തിൻ്റെ കാര്യം രണ്ടാമതായിട്ട് മാറ്റിവെക്കുകയല്ല, നമുക്ക് ഇത് കണ്ടിന്യൂഷൻ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ മുന്നോട്ട് പോകാം. KKയുടെ തോളിലേറി ഇത്രയും വലിയൊരു വിജയം എന്നതാണ് പലരും പറയുന്നത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റിൻ്റെ സെക്രട്ടറി ഷംസുദ്ദീൻ്റെ ഗ്രാസ് റൂട്ട് വർക്കും ഇത്തവണ വലിയൊരു വിജയത്തിലേക്ക് UDF പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് പൊതുവെ അറിയാൻ കഴിയുന്നത്. എന്തായിരുന്നു ആ ഒരു വർക്കിൻ്റെ ഒരു പ്രത്യേകത? KKയുടെ തൊഴിലേറി എന്നുള്ള താങ്കളുടെ അഭിസംബോധനം ശരിയല്ല. ഞങ്ങൾ ടീം വർക്ക് ആയിട്ടായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷെ നേതൃനിലയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അത് അങ്ങനെ ആക്കുമ്പോൾ അതിലേക്ക് ഞങ്ങൾ ടീമിനെ ലീഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ ശരിയായിരിക്കാം. ഞങ്ങൾ എല്ലാവരും UDF പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പാർട്ടി പ്രവർത്തകർ, ചെറിയ യൂണിറ്റ് തലത്തിൽ മുതൽ മുനിസിപ്പൽ പ്രസിഡൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഞാനും ഞങ്ങളുടെ ആ ടീം അടക്കമുള്ള ആളുകൾ വളരെ ക്ലിയറായിട്ട് 5-8 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ബഹുമാന്യനായ നമ്മുടെ പ്രിയങ്കരനായ MP, നാട്ടുകാരനും നമ്മുടെ നേതാവും കൂടിയായിട്ടുള്ള ഞങ്ങളുടെ സംവിധാന സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കൗൺസിൽ വിളിച്ച് ഞങ്ങളുടെ ഇലക്ഷൻ പ്രചരണം തുടങ്ങിയ അന്ന് മുതലേ ഞങ്ങൾ ഇവിടെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തനം ഗ്രാസ് റൂട്ട് ലെവലിൽ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചു. ഞങ്ങളെ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്വാനിക്കുന്ന ഞങ്ങളുടെ അണികൾ അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഞങ്ങളെ പണിയെടുപ്പിക്കുക മാത്രമല്ല, ഞങ്ങളും കൂടി അവരെ കൂടെ ചേർന്നുകൊണ്ട് നടത്തിയപ്പോൾ ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികളെ, UDF നിർത്തിയ സ്ഥാനാർത്ഥികളെ ജനങ്ങൾ വിജയിപ്പിക്കുകയാണ് ചെയ്തത്. ഞങ്ങളാരും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ പോലെ ഞങ്ങളാരും ജയിച്ചതല്ല, ഞങ്ങളെ ജനങ്ങൾ ജയിപ്പിച്ചതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ വാദപ്രതിവാദങ്ങൾ ഉയർന്നത് ഒന്ന് മിനി റോഡ്, രണ്ടാമത് CPIM SDPI ബന്ധം. ഈ രണ്ടെണ്ണമായിരുന്നു കോട്ടക്കലിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന് മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാരനെ സംബന്ധിച്ച് മിനി റോഡ് തന്നെയാണ്. എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? ഇന്ന് നമ്മൾ ഈ ചർച്ച നടക്കുമ്പോൾ മിനി റോഡിൻ്റെ വർക്ക് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ മിനി റോഡ് ഒരു ഇലക്ഷൻ സ്റ്റണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇലക്ഷൻ്റെ മുന്നേ തന്നെ പണി തീർക്കേണ്ട ഒരു പണി ഈ സംസ്ഥാന സർക്കാരിൻ്റെ PWയുടെ കയ്യിലുള്ള ഒരു പണി ഇന്നും ലാഗ് ചെയ്ത് കൊണ്ടുപോകണം. ഞാനടക്കമുള്ള എൻ്റെ അയൽവാസികളടക്കമുള്ള ആളുകൾ യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലം വാഹനത്തിനോ നടന്നു പോകാൻ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും വേങ്ങര ഭാഗത്തേക്കുള്ള നമ്മൾ ബൈപ്പാസ് റോഡും അടക്കമുള്ള ആളുകൾ 10,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ടോട്ടലായിട്ടുണ്ടാകും. മദ്രസ കുട്ടികൾ, ജനങ്ങൾ, ഓട്ടോറിക്ഷ പോലും വാഹനത്തിന് വരാത്ത രീതിയിൽ അത്ര വളരെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു ഫോൺ കോളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സംഗതി. കാരണം ടെൻഡർ പ്രോസസ്സിങ് കഴിഞ്ഞു, എല്ലാ പേർക്കും തീർന്ന് ഒന്ന് സ്പീഡാക്കേണ്ട PWയുടെ ഭാഗത്ത് നിന്ന അനാസ്ഥ അല്ലെങ്കിൽ നേരം ഈ വൈകിപ്പിക്കലിനെതിരെ അവിടെ ജനങ്ങൾ, മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾക്ക്, മുനിസിപ്പാലിറ്റിയോടല്ല അവിടുത്തെ ജനങ്ങൾ
ഞങ്ങൾ പറഞ്ഞതാണ് ജനങ്ങൾ അംഗീകരിച്ച് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ മതി. SDPയും CPMഉം പരസ്യമായിട്ട് 2 വാർഡിൽ സഖ്യമുണ്ടായിരുന്നു. 2-3 ആണ് ആരോപിച്ചത്. 2-3 ആരോപിച്ച് മാത്രമല്ല, നമ്മൾ തെളിവുകൾ കണക്ക് വന്നപ്പോൾ അതിന് തെളിവുകൾ ഉണ്ടാവാം. CPMഉം SDPയും സഖ്യമായിട്ട് മത്സരിച്ച 2-ാം വാർഡിലെ സ്ഥാനാർത്ഥി ഈ 2 വോട്ടും കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ മേലുണ്ടായിരുന്നെങ്കിൽ ബൈ ഇലക്ഷനും ഈ ഇലക്ഷനും നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത, ഇവർ 2 പേര് ചേർന്നാലും മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് അവിടുത്തെ ചുണ്ടയിലെ ജനങ്ങൾ വിധി എഴുതി എന്നുള്ളതാണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ, ഈ കള്ളപ്രചരണം നടത്തിയ മിനി റോഡിനെതിരായിട്ട് കള്ളപ്രചരണം നടത്തിയപ്പോൾ ഞങ്ങൾ ഈ റോഡ് പിടപീണ്ട റോഡാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾ വിശ്വസിച്ചു. ഇനി ഈ മാസത്തിലോ അടുത്ത മാസം ആദ്യത്തിലോ ഈ പണി തീർന്ന് അതിമനോഹരമായിട്ടുള്ള BM&BC റോഡ് ചെയ്തു വരാൻ പോകണം. ഞങ്ങൾ അപ്പോഴും പറയും ഈ റോഡ് പിടപീണ്ടാണ്. കേടുവന്നപ്പോൾ മാത്രമല്ല, ഇത് നന്നായി വരുന്ന ഒരു സമയം അടുത്ത വളരെ റീസെൻ്റായിട്ട് നടക്കാൻ പോവാണ്. നല്ല അതിമനോഹരമായിട്ടുള്ള റോഡ് അവിടെ ഉണ്ടാവും. ഞങ്ങളപ്പോഴും പറയും ഈ റോഡ് പിടപീണ്ടാണ് എന്ന് പറയും. ഇവിടെ ഞങ്ങൾക്ക് എതിരെ പ്രത്യേകിച്ച് കബീർ മാഷെ പോലെയുള്ള ആളുകളൊക്കെ എൻ്റെ പേരെടുത്ത് വരച്ചുകൊണ്ടാണ് മിനി റോഡിനെ കുറ്റി പറയുന്നത്. ഞങ്ങളെന്താ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ റോഡ് നടക്കാത്തതെന്നാണ്. PWന്റെ ഫണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള സംഗതികൾ ഒരു കേവലം ഒരു മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഒരാളെ കൊണ്ട് അല്ലെങ്കിൽ MLA കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് പരമ യാഥാർത്ഥ്യമാണ്. അതേപോലെ SDPയുമായുള്ള അവരുടെ ബന്ധം പൊതുസമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മതേതരത്വം ഏറ്റവും കൂടുതൽ ഈ 35 വാർഡിൽ അത് പ്രതിഫലിച്ചു തന്നെയാണ്. തീർച്ചയായിട്ടും. സംശയമുണ്ടോ? 3-ാം വാർഡിൽ CPMൻ്റെ സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് നവാബിഷൻ്റെ ഈ ചാനൽ ഞാൻ പറയുന്നത് 4 വോട്ടാണ് കിട്ടിയത്. 4-4. അതും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ. SDPയുടെ മുനിസിപ്പാലിറ്റിയുടെ പ്രസിഡൻറ്റ് എൻ്റെ എതിർ സ്ഥാനാർത്ഥി കിട്ടിയത് 116 വോട്ടാണ്. ഞങ്ങൾ കണക്കൂട്ടൽ ശരിയായിരുന്നു. അവിടെ ഒരു 150 വോട്ട് വരേക്ക് 2 കൂട്ട് CPMഉം SDPയും കൂടെ സ്ഥാനാർത്ഥി നിർത്തിയ സ്ഥിതിയിൽ പിടിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചാണ് കണക്കൂട്ടുക. അത് 100-110 വോട്ടിലേക്ക് ഞങ്ങൾക്ക് ഒതുക്കാൻ സാധിച്ചു. 2 കൂട്ടരുമ്പാടെ SDPക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഞാനൊരു ആരോപണമായിട്ട് നവാബിഷനിലെ പ്രേക്ഷകരുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ ഇടാണ്. ഇത് കേൾക്കുന്ന ഏതെങ്കിലും CPMൻ്റെ ആളുകൾ ഇതിന് മറുപടി പറയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ആരോപണം ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് CPMന് 4 വോട്ട് ആയി മാറിയത്? 5-ാം വാർഡിലെ CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വിമൽകുമാർ അടക്കം താമസിക്കുന്ന വാർഡ് എന്ന് പറയുന്നത് 3-ാം വാർഡാണ്. വിമൽകുമാറിൻ്റെ ഫാമിലി അടക്കമുള്ളവർ, അവർക്ക് ഏറ്റവും സ്വാധീനമുള്ള കൈപ്പളകുണ്ടിൻ്റെ ഒരു പ്രദേശം അടങ്ങുന്ന എൻ്റെ 3-ാം വാർഡിൽ CPMൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 4 വോട്ടാണ്. അത് അവിടുത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ട്. സാധാരണക്കാരായ ആളുകൾ അറിയാതെ കുത്തിയിട്ടാവാം. രാഷ്ട്രീയപരമായിട്ട് പക്വതയോടുകൂടി ചിന്തിക്കുന്ന CPMൻ്റെ ആളുകൾ SDPക്ക് വോട്ട് ചെയ്തു എന്നുള്ളതിന് ഇതിനും വലിയ തെളിവിന് എന്തെങ്കിലും വേണോ? വിമൽകുമാർ അടക്കമുള്ള ആളുകളുടെ വോട്ടുള്ള ഫാമിലിക്ക് വോട്ടുള്ള പ്രദേശത്ത് CPMന് കിട്ടിയ 4 വോട്ട്, ഇവരുടെ ബാക്കി വോട്ട് എവിടെ പോയി എന്നുള്ളത് CPMൻ്റെ സാധാരണക്കാരായിട്ടുള്ള ഈ CPM നട്ടുവളർത്തിയ പ്രദേശത്ത് കഠിനാധ്വാനത്തോടുകൂടി CPM ഉണ്ടാക്കിയ ചോര നീരാക്കി ഉണ്ടാക്കിയിട്ടുള്ള ആളുകളോട് CPMൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം അതിന് മറുപടി പറയണം എന്നുള്ളതാണ് എനിക്ക് CPM SDP ബന്ധത്തെക്കുറിച്ച് പറയാനുള്ളത്. ആ ഒരു സംഗതി പൊതുസമൂഹത്തിനിടയിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അത് പൊതുസമൂഹം ഏറ്റെടുത്തു. പൊതുസമൂഹം കനത്ത തിരിച്ചടി CPMന് നൽകി എന്നുള്ളതാണ്. ഇപ്പോൾ 6 സീറ്റിലായിട്ട് പ്രതിപക്ഷത്തിൽ അല്ലെങ്കിൽ LDFനെ ഒതുക്കാൻ കാണിച്ച തന്ത്രം ഇതല്ലാതെ വേറെ എന്താ? ഞങ്ങൾ കറക്റ്റായിട്ട് ഇലക്ഷനെ കുറിച്ച് പൊതുസമൂഹത്തിനോട് പറഞ്ഞു. ഞങ്ങൾ കോട്ടക്കലിലെ വികസനത്തിനെ കുറിച്ച് സംസാരിച്ചു. പൊതുസമൂഹത്തിനോട് CPMൻ്റെ ഇത്തരം കള്ളത്തരപരമായിട്ടുള്ള ഈ അന്തസ്സില്ലാത്ത രാഷ്ട്രീയത്തിനെ കുറിച്ച് പൊതുസമൂഹത്തിനിടയിൽ ഞങ്ങൾ CPMൻ്റെ കള്ളത്തരം പൊളിച്ചെഴുതി കാണിച്ചു കൊടുത്തു. ഞങ്ങൾ അവരുമായിട്ട് ഡയറക്റ്റായിട്ട് ഇൻട്രാക്ഷൻ നടത്തി. എവിടെയാണോ ഞങ്ങൾ നല്ല നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഞങ്ങൾ ഇലക്ഷനെ സീരിയസ് ആയിട്ട് കണ്ടു, അവർ നോർമലായിട്ട് കണ്ടു. എവിടെയെങ്കിലും നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ നിർത്തി സ്ഥാനാർത്ഥികളാക്കുക എന്നുള്ള രീതിയിലേക്ക് അവർ കൊണ്ടുപോയി. ഞങ്ങൾ ഇലക്ഷനിൽ ഞങ്ങൾക്ക് നിർത്താൻ പറ്റിയ ഏറ്റവും നല്ല കാൻഡിഡേറ്റിനെ കൊണ്ടുപോയി നിർത്തി. ഞങ്ങൾ നല്ല ആൾ വോട്ട് ചോദിച്ചു.
നല്ല ജനങ്ങളോട് നന്നായി പെരുമാറി നല്ല വോട്ട് കിട്ടി. ഞങ്ങൾ 21 സീറ്റ് ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് 6 സീറ്റ് വർദ്ധിച്ചു എന്നുള്ളത് കാണണം. 9 സീറ്റുള്ള CPM 6ലേക്ക് ചുരുക്കി എന്ന് പറയുമ്പോൾ മൂന്നാമത്തിന് ഡിഫറൻസ് അല്ല. 32 സീറ്റ് ഉണ്ടായിരുന്ന കോട്ടയ്ക്കൽ നഗരസഭ 35ലേക്ക് മാറിയപ്പോൾ ആ കൂടിയ 3 ഞങ്ങൾക്ക് കിട്ടി. പുറമെ CPMൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയ 3 സീറ്റും ഞങ്ങൾക്ക് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം അഹങ്കരിച്ച് നടന്ന 1-ാം വാർഡിൽ ഞങ്ങൾ ഏകദേശം 300 വോട്ടിൻ്റെ ലീഡിലാണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത്. 9-ാം വാർഡ് ഏകദേശം 50-ലധികം വോട്ടിനടുത്താണ് ഞങ്ങൾ തിരിച്ചു പിടിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഇലക്ഷനായിരുന്നു. നല്ല വിജയമാണ് കോട്ടയ്ക്കലിലെ ജനങ്ങൾ ഞങ്ങൾ തന്നത്. കഴിഞ്ഞ തവണ 2 കൗൺസിലർമാരെ ഇടത് പാളയത്തിൽ നിന്ന് UDF പാളയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഇത്തവണത്തെ ഇലക്ഷനെ സ്വാധീനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇലക്ഷനിൽ നമുക്കതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അത്തരത്തിലുള്ള CPMലേക്ക് നിന്ന് പോയ ആളുകൾ ലീഗിലേക്ക് വന്നു എന്നുള്ളതിന്, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് KK-യുടെ കറുത്ത കരങ്ങൾ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. അതിൽ അങ്ങനെ അത്തരത്തിലുള്ള ഒരു ജനാധിപത്യപരമായിട്ട് കോട്ടക്കലിൽ പ്രത്യേകിച്ച് ഈ കേരള രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ നിൽക്കേണ്ടത് UDFൻ്റെ കൂടെയാണെന്ന് വിവേകവുമുള്ള കൗൺസിലർമാർ ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 9-ൽ നിന്നും 2ആയിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് പോകുമ്പോൾ 7ആയി മാറ്റി 2 ആൾക്കാരെ ഞങ്ങളെ പാളത്തിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ നിലപാടാണ്. ഞങ്ങൾ അവരോടുമായിട്ടുള്ള ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന വളരെ ക്ലിയറായിട്ടുള്ള കഴിഞ്ഞ ഭരണസമിതിയുടെ അനീഷാൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിലെ വികസന പ്രവർത്തനങ്ങളാണ് അത്ര ആളുകളെ അതിലേക്ക് ചിന്തിച്ചത് എന്നുള്ളതാണ്. ഈ ഒരു എഫക്റ്റ് തൊട്ടടുത്ത വാർഡുകളിലേക്കൊക്കെ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 28 സീറ്റ് കിട്ടേണ്ടതാണ്. ഞങ്ങൾക്ക് ഒരു സീറ്റ് നഷ്ടപ്പെട്ടതിൽ അത് ഞങ്ങൾ പഠിക്കാൻ പോകണം. അത് എങ്ങനെയാണ്? 35-ാം വാർഡ് തീർച്ചയായിട്ടും 35-ാം വാർഡാണ് ഞങ്ങളെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടുള്ള ഒരു സീറ്റ്. എന്തുകൊണ്ട് ആ സീറ്റിന് അത്ര മാർജിനിൽ ഞങ്ങൾ തോറ്റിട്ടുണ്ട്? ഒരു സംശയമില്ല. അത് ഞങ്ങൾ വിശദമായി പഠിക്കും. ഞങ്ങൾ ഈ ഇതിനെ സംബന്ധിച്ച് ഇടതുപക്ഷങ്ങളെ CPMൻ്റെ ഒരു കുത്തൊഴുക്ക് എന്നൊന്നും പറയാൻ കഴിയില്ല. ശരിക്കും അതൊരു സനില പ്രഭാവമായിട്ട് പ്രതീക്ഷിക്കാം. അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു പ്രഭാവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അല്ല, വ്യക്തിയാണ് കളിച്ചാൽ ഇടതുപക്ഷം അങ്ങനെയാണെങ്കിൽ നല്ലൊരു മൃഗീയ ഭൂരിപക്ഷം മറ്റ് സീറ്റുകൾ കിട്ടും. പക്ഷെ ആ ഒരു സ്ഥാനാർത്ഥിയുടെ കാൻഡിഡേറ്റിന്റെ ഒരു പ്രഭാവം ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല. ഞങ്ങളുടെ മിസ്മാച്ച് ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ പഠിക്കാൻ പോകും. ഞങ്ങൾ ഒരു സംവരണ വാർഡിൽ ഇടതുപക്ഷം നിർത്തിയത് ഒരു വനിതയായിരുന്നു. എന്താ ഞങ്ങൾ നിർത്തിയിട്ടില്ല അങ്ങനെ ഉണ്ട്. പക്ഷെ അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ കോട്ടക്കലിൻ്റെ ചരിത്രത്തിൽ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള ഏറ്റവും വലിയ തീരുമാനം എന്താ? ഒരു ജനറൽ സീറ്റിൽ കൊണ്ടുപോയിട്ട് വനിത നിർത്തൽ. CPM കഴിഞ്ഞ പ്രാവശ്യം ഇത് പരീക്ഷിച്ച് വെച്ചാണ്. കമലശ്ശേരി നമ്മളെ കോട്ടപ്പടി വാർഡിൽ ജനറൽ സീറ്റിൽ വനിതാ കൗൺസിലറായിട്ടുള്ള അവർ മത്സരിച്ചിട്ടുണ്ട്. അത് ആദ്യമായിട്ടൊന്നുമല്ല CPM ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ പരീക്ഷണമായിരുന്നു. അത് ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങളവിടെയുള്ള എന്തൊക്കെ പ്രചരണമാണ് അവിടെ നടത്തിയത്. CPM പറയണം ഒരു പെണ്ണിനെ മത്സരിപ്പിക്കാൻ പാടുണ്ടോ? അത്തരം തരം താഴ്ന്ന രാഷ്ട്രീയ പ്രവർത്തനം പോലും അവിടെ നടത്തിയിട്ട് അവിടെ ഞങ്ങൾക്കൊരു വനിതാ സ്ഥാനാർത്ഥിയെ ജനറൽ സീറ്റിൽ നിന്ന് മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ സാധിച്ചെങ്കിൽ ഞങ്ങളുടെ പൊളിറ്റിക്കലായിട്ടുള്ള ബാലൻസിങ്. ഒരു വീട്ടിൽ നിന്ന് ഭാര്യയും ഭർത്താവും തൊട്ടടുത്ത വാർഡുകളിൽ നിന്ന് മത്സരിച്ച് നഗരസഭയിൽ എത്തിയിട്ടുണ്ട്. അതിനെങ്ങനെ നോക്കിക്കാണുന്നു? ഇത് എല്ലാ ഭാഗത്തും അഡ്മിറ്റ് ചെയ്തില്ല. കഴിഞ്ഞ പ്രാവശ്യം സുബൈറിൻ്റെ ഭാര്യയും മത്സരിച്ചിരുന്നു. സുബൈർ അന്ന് തോൽക്കുകയും സുബൈറിൻ്റെ ഭാര്യ മാത്രം ജയിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മളിവിടെ കണ്ടതാണ്. ഞങ്ങൾക്ക് ഒറ്റ കാര്യം ഉറപ്പാണ്, അവിടെ ആ ബെൽറ്റ് എന്ന് പറയുന്നത് CPMൻ്റെ ശക്തമായിട്ടുള്ള ബെൽറ്റാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ബെൽറ്റിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടം എങ്ങനെയാണെന്ന് ഞങ്ങൾ കണ്ടെത്തും, പഠിക്കും. 2030 ഒരു ഇലക്ഷൻ നടക്കാനുണ്ട്, പഞ്ചായത്ത് ഇലക്ഷൻ. ഞങ്ങൾ ഈ 2 വാർഡും തിരിച്ചു പിടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ചെയർമാനായിട്ട് മുസ്ലിം ലീഗിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥി അധികാരം ഏറ്റിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ എയിം നാളെയും മറ്റന്നാളെയല്ല, 2030 നടക്കാൻ പോകുന്ന ഇന്നേ തുടങ്ങി ഞങ്ങൾ തുടങ്ങി 2030 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾ 27+ ഞങ്ങളുടെ അന്നത്തെ ഇലക്ഷൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും 6 സീറ്റിൽ ഒതുങ്ങി LDF. പക്ഷേ UDFന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് കയ്യെത്തിച്ച ആ ഒരു വാർഡേതാ? എന്ന് വെച്ചാൽ എല്ലാ വാർഡും ഉണ്ട്, എന്നാലും മനസ്സിൽ ഏറ്റവും കൂടുതൽ അത് കിട്ടിയതിലുള്ള ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുമല്ലോ. സ്വന്തം വാർഡ് എന്നല്ല, ടോട്ടലി വാർഡുകളിൽ നിന്ന് ഒരാൾ തിരിച്ചു പിടിച്ചു അല്ലെങ്കിൽ ആളെ പരാജയപ്പെടുത്തിയതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ കല്ലട വാർഡിനെ സംബന്ധിച്ചു ഞങ്ങൾ 10 വർഷമായിട്ട് ഞങ്ങളെ എടുത്തില്ലാത്ത വാർഡ്
ഞങ്ങൾക്ക് തിരിച്ച് പിടിച്ച് കിട്ടേണ്ട ഞങ്ങൾ ലീഗിനുണ്ടായിരുന്ന ഒരു വാർഡ് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ട്രൈ ചെയ്തു. വളരെ നേരോ മാർജിനിൽ ഞങ്ങൾ 40 വോട്ടിന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തോറ്റു. ഈ പ്രാവശ്യം ഞങ്ങളത് തിരിച്ച് ഒരു വാർഡിൽ 200 വോട്ടിനും ഒരു വാർഡിൽ 10-15 വോട്ടിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ 2 വാർഡും കൂടുമ്പോൾ 300ഓളം വോട്ടിനാണ് ആ പ്രദേശത്ത് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ലീഡെന്ന് പറയുന്നത്. ഞങ്ങൾ വളരെ ക്ലിയറായിട്ട് അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കോട്ടയ്ക്കൽ കിട്ടാവുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി യൂത്തിൻ്റെ ഇടയിലൊക്കെ സ്വാധീനമുള്ള ഇർഷാദ് വിജയിച്ച് തന്നെയാണ് സ്റ്റാർ വാർഡ്. തീർച്ചയായിട്ടും ഞങ്ങൾ ജയിച്ച 27 സീറ്റുകളും നിർത്തിയിട്ടുള്ള 35 സ്ഥാനാർത്ഥികളും കോൺഗ്രസും ഞങ്ങൾ നിർത്തിയ 35 സ്ഥാനാർത്ഥികളും സ്റ്റാർ കാൻഡിഡേറ്റ് തന്നെ. അതിൽ നിന്ന് യാതൊരു സംശയമില്ല. പിന്നെ ഭാഗ്യ പരീക്ഷണങ്ങളാണ് ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത്. അതിലൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട വാർഡുകൾ ഞങ്ങൾക്ക് കിട്ടിയ വാർഡുകളൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിർത്തിയിട്ട് മുഴുവൻ സ്ഥാനാർത്ഥികളും ഒന്നിനൊന്നും മെച്ചപ്പെട്ടതാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട 10 കൊല്ലമായി ഞങ്ങളുടെ അടുത്ത് ഇല്ലാത്ത ഒരു വാർഡ് തിരിച്ച് കിട്ടിയതിലുള്ള സന്തോഷം ഞങ്ങൾ. അതുപോലെ പൂയിക്കുന്ന് ഞങ്ങൾ ഇതുവരെ ഒരു കേരളമലയായിട്ട് വളരെ അടുക്കാൻ പറ്റാത്തൊരു പ്രദേശമാണ്. അവിടെ 300 വോട്ടിനാണ് ഞങ്ങൾ ജയിച്ചത്. 365 വോട്ടിന്, നിയർ ബൈ ഏകദേശം 400 വോട്ടിന്. അത്തരത്തിലുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തിയപ്പോൾ ഈ കോട്ടയ്ക്കലിൽ ഞങ്ങളുടെ സെറ്റപ്പിനെ ഞങ്ങളിത് മുസ്ലിം ലീഗിൽ മാത്രം വോട്ട് ചെയ്യുക, UDF മാത്രം ഞങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഞങ്ങളെ സ്നേഹിക്കുന്ന UDF ആണ് നല്ലതെന്ന് പറയുന്ന ഈ CPM ആളുകൾ പോലും ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും മാർജിനിൽ ഞങ്ങൾ ജയിക്കാനുള്ള ഒരു സാധ്യതയും ഞങ്ങളിവിടെ കാണുന്നില്ല. അതുപോലെ തന്നെയാണ് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം യൂത്ത് ലീഗിൻ്റെ മൂപ്പരുടെ ഒരു പരാജയം എത്ര കണ്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര കണ്ട് നെഗറ്റീവായി മാറിയിട്ടുണ്ട്? ഞങ്ങൾ ഈ ഇലക്ഷനിൽ ഞങ്ങൾ 27 ആൾ കൂടെ ഞങ്ങൾ അനുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം അത്ര കാലിബറുള്ള കോട്ടയ്ക്കൽ തന്നെ ഫീച്ചറുള്ള പൊളിറ്റിക്കൽ ഒരു ഫീച്ചറുള്ള സംസാരിക്കാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ അക്കാഡമിക് കൗൺസിലിൽ CPMൻ്റെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ പോലും പരാജയപ്പെടുത്തി MSFന് യാതൊരു ഇല്ലാത്ത സ്ഥലത്ത് വിജയിച്ച ഖലീൽ തോക്കാമ്പാറ മത്സരിച്ച് ജയിച്ച് വരേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ. പക്ഷേ ഇത് ഖലീൽ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. ഖലീൽ എനിക്ക് ആ സീറ്റ് മതി എന്ന് ഖലീൽ ആവശ്യപ്പെട്ടതാണ്. അവിടെ ഒരു ഇലക്ഷൻ നടത്തി. കഴിഞ്ഞ തവണ ബാബു ഏറ്റെടുത്ത മാതിരി തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ 35 വോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം UDFനോട് കിട്ടി. ഇപ്പോൾ ഏകദേശം 250ഓളം വോട്ട് ആ തോക്കാമ്പാറ പ്രദേശത്ത് കിട്ടി. ഒരു ഇലക്ഷൻ ത്രികോണ മത്സരമായിരുന്നു. അവിടെ 250ഓളം വോട്ട് ഖലീൽ കിട്ടിയെന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അത് ഈ ഖലീലായിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഖലീലിന് കോൺഗ്രസിൻ്റെ സീറ്റാണ് തോക്കമ്പാറ എന്ന് പറയുന്നത്. ഞങ്ങളത് ഖലീലിന് വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്ത് ഖലീലായിട്ട് വാങ്ങിയിട്ടുള്ള ഒരു സീറ്റാണ്. പക്ഷേ ഖലീൽ ഇലക്ഷൻ തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങൾ ആ ഇലക്ഷൻ്റെ ആ അവസാന നിമിഷം വരേക്ക് ഖലീൽ അവിടെ ശക്തമായിട്ടുള്ള ഒരു സമ്പർക്കം ജനങ്ങളുമായിട്ട്, ഞങ്ങൾക്ക് അങ്ങോട്ട് പോയിട്ട് യാതൊരു ബന്ധമില്ലാതെ അതൊരു CPMൻ്റെ വാർഡാണ് എന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഖലീലിനെ പോലെയുള്ള ആളുകളുടെ സ്വാധീനം, ആ വോട്ടർമാരോട് ഖലീൽ നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ ഞങ്ങൾക്ക് വരുന്ന ഇലക്ഷനിൽ അതൊരു മുതൽക്കൂട്ടായി മാറും. ഖലീലിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഖലീൽ ഇത്തരം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഖലീൽ സജീവമായിട്ട് തോക്കാമ്പാറയിലെ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ഇനിയും ഖലീൽ മുന്നോട്ട് പോകും. പ്രത്യേകിച്ചും കോൺഗ്രസിന് കൊടുത്ത സീറ്റുകളിൽ ഒരു വനിത വിജയിച്ചു വരികയായിരുന്നുവെങ്കിൽ വൈസ് ചെയർമാൻ സ്ഥാനം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? അത് കോൺഗ്രസിന് കൊടുത്ത സീറ്റിൽ വനിത മത്സരിച്ച് അവർ വിജയിച്ചു വരികയായിരുന്നെങ്കിൽ ഇപ്പം തന്നെ ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ. അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വാഭാവികമായിട്ടും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് സ്വാഭാവികമായിട്ടും കോട്ടപ്പടിയിലും നായടിപ്പാറയിലും വരികയായിരുന്നെങ്കിൽ എന്ന ഒരു ക്വസ്റ്റ്യൻസിന് യാതൊരു അടിസ്ഥാനമില്ല. കാരണം വെച്ചാൽ അങ്ങനെ വന്നാൽ കൊടുക്കണമോ, അങ്ങനെ വരാതെ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ സംസ്ഥാന ജില്ലാ മുനിസിപ്പൽ UDFന് നേതൃത്വമാണ് തീരുമാനിക്കുക. വരികയായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് ഒരു സാധനം പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വിവാദത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ UDF ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിച്ചത്. ഞങ്ങൾ ജയിച്ച 27 UDFൻ്റെ ആളുകളാണ് ജയിച്ചിട്ടുള്ളത്. വിജയിച്ചത്
UDF-ന് അനുകൂലമായി വാർഡ് വെട്ടിമുറിച്ച് സെറ്റ് ചെയ്തിട്ട് വിജയിച്ചതാണെന്നൊരു ആരോപണം കൂടി ഉണ്ടായിരുന്നു. അത് CPM-ൻ്റെ ആരോപണമാണ്. രണ്ട് കാര്യമുണ്ട്. ഇവിടെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിയും ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചത് ലീഗ് ഓഫീസിൽ നിന്നല്ലല്ലോ. CPM ഭരിക്കുന്ന, സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഭരിക്കുന്ന സർക്കാരാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമുക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്തു തരുന്നത്. ഇവിടെ വാർഡ് വിഭജനത്തിൽ ഉണ്ടാകുന്ന അപാകതകൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു ബോഡിയെ നിയമിച്ചിട്ടുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഞങ്ങൾക്കും പരാതിയുള്ള കുറേ വാർഡുകളില്ലേ, ഞങ്ങൾക്കും പരാതിയുള്ള കുറേ സ്ഥലങ്ങളില്ലേ, ഞങ്ങളെ പരാതികളില്ലേ. ഞാൻ മത്സരിച്ചോട് 440 വോട്ടാണ് ആകുള്ളത്, 600 വോട്ടാണ് ആകുള്ളത്. 5-ാം വാർഡിൽ വേലത് മത്സരിച്ചു കൊടുത്ത് 600 വോട്ടാണ്. ഇത്തരം വോട്ടുകളിലൊക്കെ ടൈറ്റാക്കി നിർത്തിയത് ഈ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഞങ്ങൾക്ക് പരാതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കഴിഞ്ഞ ഇലക്ഷനിൽ നിലവിലുണ്ടായിരുന്ന ഞങ്ങളും CPM 21 സീറ്റ് കിട്ടിയപ്പോൾ ഞങ്ങളും അവരും തമ്മിലുള്ള മാർജിൻ എന്ന് പറയുന്നത് 2000 വോട്ടാണ്. 2000 വോട്ടിൻ്റെ മാർജിൻ. ഒരു ഭാഗത്ത് ഞങ്ങൾ മൃഗീയമായി ജയിക്കുമ്പോൾ മറ്റേ ഭാഗത്ത് അവർ മൃഗീയമായി ജയിക്കുമ്പോൾ രണ്ടും പാടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2000 വോട്ടാണ്. ഈ പ്രാവശ്യത്തെ അത് കോട്ടക്കൽ നഗരസഭയിൽ മുഴുവൻ ആളുകൾ വോട്ട് ചെയ്യുന്നതാണല്ലോ. അതല്ലാതെ ഒരു പ്രദേശത്തെ വാർഡ് വിഭജനത്തിന് ശേഷം ഉണ്ടായ വോട്ടെടുപ്പിൽ ഞങ്ങൾക്ക് 4500, അതായത് ഏകദേശം 5000 വോട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട് CPM ഞങ്ങളും. കോട്ടക്കലിലെ സന്ദീപ് അടക്കമുള്ള അല്ലെങ്കിൽ കോട്ടക്കൽക്കാർ താമസിക്കുന്ന സ്ഥലത്തുള്ള ടോട്ടൽ വോട്ടിൻ്റെ എണ്ണമാണ് പറയുന്നത്. എങ്ങനെ വാർഡ് വിഭജനം നടത്തിയാലും ഈ വോട്ടൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടിലും കൂടിയിട്ടുണ്ട് ഞങ്ങൾക്ക് വോട്ട്. ഞങ്ങൾ വ്യത്യാസം 5000, അതായത് 2000 നിന്നും 5000-ലേക്ക്, 2500-ൽ നിന്നും 5000-ലേക്ക് ഞങ്ങളുടെ വോട്ട് 4500-ലേക്കൊക്കെ ഞങ്ങൾ വോട്ട് മാറിയെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് സ്വീകാര്യതയായിട്ട് അതിനെ കണ്ടത്. അതല്ലാതെ വാർഡ് വിഭജനം ഇതാക്കി ഇന്ന് ഇലക്ഷന് മുന്നേ പറയണം ഞങ്ങൾ തോൽക്കും, ഇവിടെ LDF തോൽക്കാൻ സാധ്യതയുണ്ട്, ഈ വാർഡ് വിഭജനം ഇങ്ങനെയാണ് നടത്തിയത് കൊണ്ട് ഞങ്ങൾ തോൽക്കാൻ പോകുന്നു എന്ന് ഏതെങ്കിലും ആളോട് പറഞ്ഞിട്ടുണ്ടോ? ഈ പ്രാവശ്യത്തെ ഭരണം മുസ്ലിം ലീഗിനും UDF-നും നഷ്ടപ്പെടും, ഞങ്ങൾ ജയിക്കാൻ പോകുക എന്നാണ് CPM-ഉം LDF-ഉം ഇവിടെ പറഞ്ഞത്. അത് തോറ്റപ്പോൾ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിൽ യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെയാണ്, ഇപ്പോൾ താങ്കൾ ഇന്ന് ചെയർപേഴ്സണായി അധികാരമേറ്റു, വൈസ് ചെയർമാൻ വന്നു. സ്വാഭാവികമായിട്ടും KK 2.0 എന്ന് തന്നെ നമ്മളെ പ്രോഗ്രാമിൽ പേരിട്ട് ലീഗിൽ അല്ലെങ്കിൽ UDF-ൽ വേറൊരാളില്ലാത്തത് കൊണ്ടാണോ KKയെ തന്നെ മുന്നോട്ട് വെച്ചത്? അങ്ങനെ ഉണ്ടായില്ലല്ലോ. അങ്ങനെ സംഗതി ഇല്ല. ഞാനില്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ ആളുണ്ടാവും. പാർട്ടി തീരുമാനിച്ചു ഈ പ്രാവശ്യം പാടെ ഞാൻ തന്നെ മുനിസിപ്പൽ ചെയർമാൻ ആകണമെന്ന് തീരുമാനിച്ചു. എൻ്റെ പ്രവർത്തനം, ജനങ്ങളുള്ള സമീപനം ഈ കൗൺസിലർമാരെയും മുസ്ലിം ലീഗിൻ്റെയും UDF-ൻ്റെയും കോട്ടക്കലിലെ ജനങ്ങളെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ സാധിച്ചില്ല എങ്കിൽ എന്നെ കാലാകാലം അവിടെ നിർത്തി ആ സംവിധാനം കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. എന്നെ ഈ പാർട്ടിയാണ് ചുമതല ഏൽപ്പിച്ചത്, ഇവിടുത്തെ ജനങ്ങളാണ്, കൗൺസിലർമാരാണ് ചുമതല ഏൽപ്പിച്ചത്. ഇന്നെ താഴെ ഇറക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു ബോഡിയും നേതൃത്വ നിരയും ഞാൻ എൻ്റെ മുകളിലുണ്ടെന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എന്നെക്കാളും കഴിവുള്ളവരും ഉണ്ടായേക്കാം, എന്നെക്കാളും കഴിവ് പ്രാപ്തിയുമുള്ളവരുണ്ടായേക്കാം. പക്ഷേ പാർട്ടി ഒരു ചുമതല ഒരാൾക്ക് ഏൽപ്പിക്കുമ്പോൾ അതുമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ. ഇപ്പോൾ മുനിസിപ്പൽ ലീഗിൻ്റെ പ്രസിഡന്റ്, നഗരസഭാ ചെയർമാൻ 2 സ്ഥാനങ്ങളാണ്. തീർച്ചയായിട്ടും ഈ 2 സ്ഥാനങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടാകും. ഏതെങ്കിലും പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനം മറ്റൊരാൾക്ക് കൈമാറുകയോ? തീർച്ചയായിട്ടും ഞാൻ മറ്റൊരാൾക്ക് കൈമാറുക എന്നുള്ള, ആർക്ക് കൈമാറും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ നിർബന്ധമായിട്ടും രാജിവെക്കും, ഒരു സംശയമില്ല. നിർബന്ധമായി രാജിവെക്കേണ്ട ഒരു പോസ്റ്റാണ്. കാരണം ഒരാൾക്ക് ഒരു പോസ്റ്റ് എന്നുള്ള രീതിയിലാണ്. ഭരണതലത്ത് കീ പോസ്റ്റിൽ നിൽക്കുന്നവർക്ക് പാർട്ടിയുടെ കീ പോസ്റ്റിൽ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ആർക്ക് കിട്ടാനാണ് പ്രത്യേകിച്ച് സാജിദ് മങ്ങാട്ടിൽ അങ്ങനത്തെ ഒരു പോസ്റ്റ് വരാൻ സാധ്യത ഉണ്ടോ? ഓന് അർഹനാണ്. അതുപോലെ തന്നെ അതിൽ മറ്റുള്ള ആളുകളും അർഹതയുള്ള ആളുകൾ അതിലുണ്ട്. ഈ കോട്ടക്കൽ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ ഒട്ടനവധി ആളുകൾക്ക് അർഹതയുള്ള ആളുകളുണ്ട്. പക്ഷേ ഇങ്ങനെ മത്സരിച്ച്, കാരണം ഇടതുപക്ഷ കോട്ടയിൽ മത്സര രംഗത്തേക്ക് എത്തി ഒരു ശക്തമായ പോരാട്ടം നൽകിയ കലീൽ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും കലീലെ പോലെയുള്ള ആളുകളെ തഴയപ്പെടാതിരിക്കാൻ സ്വാഭാവികമായിട്ട് നിലവിലെ പ്രസിഡന്റ് എന്ന നിലയിൽ എന്താണ് ചെയ്യുക? കലീലിന് അനവധി അവസരങ്ങളുണ്ട്. ഇനിയും കലീലിൻ്റെ യുവത്വം ഇവിടെ കോട്ടക്കലിന് ആവശ്യമുണ്ട്. കലീലിന് പ്രവർത്തന മേഖലയിൽ ഇനിയും അനന്തമായ സാധ്യതകൾ ഇനിയും അവനക്ക് വരുന്നുണ്ട്.
സാജിദ് ഖലീൽ, ഈ രണ്ട് പേരുകൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നു. ഈ രണ്ട് പേരിൽ ആർക്കാണ് സാധ്യത? അത് അത്തരത്തിലുള്ള ചർച്ചയ്ക്ക് യാതൊരു അടിസ്ഥാനമില്ല. ഞങ്ങൾ കൗൺസിൽ കൂടും, ഞങ്ങൾ ജില്ലാ നേതൃത്വമുണ്ട്, മണ്ഡല നേതൃത്വമുണ്ട്. അവർ തീരുമാനിക്കുന്ന തീരുമാനം KK നാസർ അനുസരിക്കും, ഖലീൽ അനുസരിക്കും, സാജിദ് മങ്ങാട്ടിലും അനുസരിക്കും. ഖലീൽ യൂത്ത് ലീഗിൻ്റെ സ്റ്റേറ്റ് നേതാവാണ്. അവന് ഏത് പോസ്റ്റ് കൊടുക്കണം എന്നുള്ളത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി, മണ്ഡലം, സ്റ്റേറ്റ്, ജില്ലാ നേതാക്കന്മാർ കൂടിയിരുന്നു കൊണ്ട് ഖലീൽ ഒരു കോട്ടക്കൽ നഗരസഭയിലെ ഒരു യൂത്ത് കൂടാതെ സംസ്ഥാന തലത്തിൽ തന്നെ അനന്തമായ സാധ്യതകളുള്ള, കാലിബറുള്ള, സംസാരിക്കാൻ കഴിവുള്ള, എന്തെങ്കിലും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ് ഖലീൽ. അതുകൊണ്ട് തന്നെ ഖലീലിൻ്റെ മുന്നിൽ ഒരു ചെറിയ വാതിലുകളെ അടക്കപ്പെടാൻ സാധ്യതയില്ല. വാതിലുകൾ അവൻ്റെ മുന്നിൽ ഇഷ്ടം പോലെ തുറന്നുകൊണ്ടേയിരിക്കും. സാജിദ് പ്രസിഡൻ്റ് ആവാൻ യോഗ്യനാണ്, യാതൊരു സംശയമില്ല. സാജിദിനെ പോലെ തന്നെ, ഞങ്ങളെപ്പോലെ തന്നെ, എന്നെപ്പോലെ തന്നെ, ഖലീലിനെ പോലെ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യോഗ്യതയുള്ള അനവധി പേര് കോട്ടക്കൽ മുസ്ലിം ലീഗിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ടൈമിൽ 2 ചെയർപേഴ്സന്മാരായിരുന്നുണ്ടായിരുന്നു. മുമ്പുണ്ടായിരുന്ന ചെയർപേഴ്സനെ മാറ്റി പുതിയ ചെയർപേഴ്സനെ ലീഗ് കൊണ്ടുവന്നപ്പോൾ അത് ഈ ഒരു വിജയത്തെ എത്ര കണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്? അതൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ. ഞാൻ അതിലേക്ക് കമാൻഡിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ പഴയ ചെയർപേഴ്സൺ ആണെങ്കിലും ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആണെങ്കിലും ഞങ്ങൾ പഴയ ചെയർപേഴ്സൺ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തി അതിൻ്റെ തുടർച്ചയാണ് പുതിയ ചെയർപേഴ്സൺ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ചെയർപേഴ്സന്മാരും മുസ്ലിം ലീഗിൽ തുടങ്ങിയപ്പോൾ 2.5 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ടൈമിൽ. ഞാൻ പിന്നെ ഒരു 2.5ലേക്ക് എത്താൻ ഒരു സാഹചര്യം വ്യക്തിപരമായ കാരണങ്ങളെ കൊണ്ട് അവർ മാറി നിൽക്കാം. പാർട്ടി സംവിധാനങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മോണിറ്ററിങ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഞാനത് പറഞ്ഞത്, ഞാൻ ഇവരെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ എനിക്കും ഇത് തന്നെയാണ്. ഞാൻ ഇന്ന് ചെയർമാനായി അധികാരമേറ്റത് കൊണ്ട് മാത്രം ഞാൻ നാളെയും അതിൽ സീറ്റിലിരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട. എൻ്റെ പ്രവർത്തനത്തിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടായാൽ അത് നിരീക്ഷിക്കാനും അത് വീക്ഷിക്കാനും ഞങ്ങൾക്കൊരു സിസ്റ്റമുണ്ട്, നേതൃത്വത്തിനുണ്ട്. എൻ്റെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന എല്ലാ പോസിറ്റീവും അടുത്ത് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ നിന്നും കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകും. അതേപോലെ തന്നെ കഴിഞ്ഞ ഭരണസമിതിയിൽ 2 പേര് ചെയർമാന്മാരായി 2 പേരുടെയും പ്രവർത്തനം മുസ്ലിം ലീഗിന് ഉപകാരപ്രദമായിട്ടുണ്ട്. അവസാന നിമിഷത്തിൽ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതോടൊപ്പം കൂടുതൽ വർക്കുകൾ നടത്തിയപ്പോൾ കൂടുതൽ കാര്യങ്ങളോട് ജനങ്ങളോട് ചെന്ന് പറയാനും എളുപ്പമുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിനാണെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ കടമുറികൾ തുറക്കലാണെങ്കിലും ബസ് സ്റ്റാൻഡ് തുറന്നത് പഴയ ചെയർപേഴ്സൻ്റെ കാലത്താണ്, ബസ് സ്റ്റാൻഡിൻ്റെ കടമുറികൾ തുറന്നത് പുതിയ ചെയർപേഴ്സൻ്റെ കാലത്താണ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച്, രണ്ടും ഒന്നിൻ്റെ ഒരു സംഗതികളാണ്. ചെയർപേഴ്സൻ്റെ കാലത്ത് പഴയ ചെയർപേഴ്സണൊക്കെ ബസ് സ്റ്റാൻഡ് തുറന്നു, പുതിയ ചെയർപേഴ്സൻ്റെ കാലത്ത് കടമുറികൾ തുറന്നു കൊടുത്തു. ഇത് രണ്ടും നിർമ്മാണത്തിന് തറക്കല്ലിട്ട് താങ്കളാണ്. താങ്കളുടെ ആദ്യത്തെ ടൈമിൽ 2 KK-മാരായിരുന്നു കോട്ടയ്ക്കൽ. ഒന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ MLA, ചെയർമാനായിട്ട് താങ്കളും ഉണ്ടായിരുന്നു. ഇനിയൊരു 4 മാസക്കാലം മാത്രമാണ് MLAക്ക് ഉള്ളത്. തുടർന്ന് ആര് വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇനിയൊരു 4 മാസം കൊണ്ട് 2 KK-മാർ എന്ത് കോട്ടയ്ക്കലിന് നൽകും എന്നാണ് ഉദ്ദേശിച്ചത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ MLAയുമായി കൂടി നിന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ കോട്ടയ്ക്കലിൻ്റെ വികസന പ്രവർത്തന രംഗത്ത് നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റിയതെന്ത്, MLA കൊണ്ട് ചെയ്യാൻ പറ്റിയതെന്ത്, സർക്കാരിൽ നിന്ന് എന്ത് കിട്ടും, അതേമാതിരി ഞങ്ങൾ ബഹുമാന സംവിധാന സഭ MP സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്ത് കിട്ടും, വിശദമായിട്ട് ഞങ്ങളൊന്ന് പഠിച്ച് സമഗ്രമായിട്ടുള്ള കോട്ടയ്ക്കലിലെ മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഡീറ്റെയിൽസ് പ്രൊജക്ട് റിപ്പോർട്ട് ഞങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ചും കോട്ടയ്ക്കലിൻ്റെ ഒരു ഐക്കൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ രാജ്യത്ത് തന്നെ കോട്ടയ്ക്കൽ എന്നറിയപ്പെടുന്നത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല. തീർച്ചയായിട്ടും. അതിനപ്പുറത്തേക്ക് അതിലൊരു ബ്രാൻഡ് നെയിം ഉണ്ട്, PK വാര്യർ എന്ന്. അദ്ദേഹത്തിനൊരു സ്മാരകം, പ്രത്യേകിച്ചും KK, അതിന് വേണ്ടിയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് നമ്മളൊക്കെ PK വാര്യരെ കണ്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ ഒരു സംഗതി ഞാൻ പറയുന്നില്ല, അത് ഞാൻ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അത് ചെറുതാകുമോ എന്ന് എനിക്കൊരു ആശ. എന്ത് തന്നെ ആയാലും നല്ലൊരു പദ്ധതി ഈ വരുന്ന 5 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടാവുമോ? PK വാര്യരെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഗതി നമ്മൾ ചെയ്യണം. കാരണം വെച്ചാൽ അത് കോട്ടയ്ക്കലിൻ്റെ മാത്രം ഐക്കണല്ല, ഇന്ത്യയുടെ ഐക്കനാണ്. പത്മശ്രീ അവാർഡുകൾ കിട്ടിയിട്ടുള്ള ലോകം കണ്ട ഈ രാജ്യത്തിൻ്റെ ഐക്കനാണ്. മതേതരത്തിൻ്റെ ഏറ്റവും വലിയ മുഖമാണ്. അതുകൊണ്ട് തന്നെ PK വാര്യരെ പോലെയുള്ള ആളുകളെ ഓർക്കേണ്ടത് നമുക്ക് ഈ നാടിൻ്റെ പുതിയ തലമുറയ്ക്ക് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ഒരു സംഗതി എന്ന് ഞാൻ പറയുന്നില്ല, ഇന്ന സംഗതി ഞാൻ PK വാര്യരെ കൊണ്ടുവരുമെന്ന്. അത്
ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് ചെറുതാകുമോ എന്നുള്ള ഒരു ഭയം എനിക്കുണ്ട്. കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് ആരോഗ്യശാലിയും നമ്മളും ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരും ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളും എല്ലാവരും ചിന്തിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് പഠനത്തിന് ശേഷം അത്തരത്തിലുള്ള എന്തായാലും ഈ 5 വർഷത്തെ കൊണ്ട് ഒരു ഐക്കൺ കോട്ടക്കലിലെ PK വാര്യർക്കുള്ള ഒരു സംഗതി നമുക്ക് ഉണ്ടാക്കണം. എന്താണ് നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേ ഞങ്ങൾ അത് തരാം ഇത് തരാം എന്ന ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ, ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ നടക്കാതിരിക്കാം, ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ. പക്ഷേ കുടിവെള്ളം, കോട്ടക്കലെ ഗതാഗതക്കുരുക്ക്, റോഡിലെ ഐറിഷ് പദ്ധതി ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഏരിയകളിലുള്ള റോഡിൻ്റെ പ്രശ്നങ്ങൾ, പലയിടങ്ങളിലെ വഴികൾ, ഇങ്ങനെയുള്ള ആവശ്യങ്ങളാണ് പലവരും. അല്ലാതെ ഒരാൾക്കും ഭക്ഷണം കിട്ടിയില്ല, എൻ്റെ വീട് തകരാറിലാണ്, എനിക്ക് ജോലിയില്ല എന്നുള്ള ആ പരാതികളൊന്നും സ്വാഭാവികമായിട്ട് ഞങ്ങൾ പോയപ്പോഴും എവിടെയും അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇത്തരം മുഖ്യമായ ആവശ്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും കോട്ടയ്ക്കലിൽ നമുക്ക് നമ്മുടെ അത്യാവശ്യം ചെയ്യേണ്ട നീഡ്സിനെ കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കണം. ഞാനിപ്പോൾ ഇന്ന് അധികാരമേറ്റ ഞാൻ ഇന്ന് തന്നെ ഇതെല്ലാം ഒറ്റയടിക്ക് ചെയ്യാം എന്നൊരു വാഗ്ദാനം എന്ന് പറയും. കോട്ടക്കലിലെ UDF മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ കൊടുത്ത മുഴുവൻ വാക്കുകളും പാലിക്കുക, അതിന് യാതൊരു സംശയമില്ല. ഞങ്ങൾ ഐറിഷ് പദ്ധതിക്ക് എന്താണ്? ഐറിഷ് പദ്ധതി കോട്ടക്കൽ നഗരസഭയ്ക്ക് അതിന് എന്താ ചെയ്യാനുള്ളത്? PWD റോഡാണ്, പക്ഷെ നല്ലൊരു പ്രപ്പോസൽ എന്താണെങ്കിലും പ്രപ്പോസൽ ഉണ്ടാക്കും. UDF വന്നാൽ അതിനനുയോജ്യമായിട്ടുള്ള സംഗതി കോട്ടക്കൽ ഉണ്ടായിരിക്കും. ഞാൻ പറയുന്നു, അടുത്ത വരുന്ന UDF അധികാരത്തിൽ കയറുകയാണെങ്കിൽ, സംസ്ഥാനത്ത് അധികാരത്തിൽ കയറുന്ന പക്ഷം കോട്ടക്കലിൻ്റെ മുഖച്ഛായ മാറ്റുന്ന രീതിയിലുള്ള ആ പദ്ധതിയെ ഏത് രീതിയിൽ പിണറായി 3.0 എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, അങ്ങനെയും പറയുന്നുണ്ട്. അത് നമ്മൾക്ക് അത്തരത്തിലുള്ള അബദ്ധം കേരള ജനത ഇനി ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതിൻ്റെ ഒരു സെമി ഫൈനൽ ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടന്നത്. ഫൈനലിലേക്ക് UDF ക്വാളിഫൈഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോയിൻ്റ് ലെവലിൽ ഏറ്റവും നല്ല മാർജിൻ നിൽക്കാം. ഞങ്ങൾക്ക് ഒരു ചെറിയ കളി കളിച്ചാൽ, അതായത് നല്ല ശക്തരായ ടീമൊന്നും ഞങ്ങളിത് കളിക്കണ്ട, ഞങ്ങളിതിലുള്ള B ടീമിനെ ഇറക്കിയാൽ പോലും ഞങ്ങൾ UDF അധികാരത്തിൽ വരും എന്നുള്ളതാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു അധികാരത്തിൽ UDF വന്നാൽ കോട്ടക്കലിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ മുൻകൈ എടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ ഒരു പ്രപ്പോസൽ ഈ ഐറിഷുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബഹുമാന്യനായ ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാരിന് മുന്നിൽ എന്താണെങ്കിലും ഞങ്ങൾ കൊണ്ടുപോകും. MLA വഴി ഞങ്ങൾ എത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ തന്നാലും തന്നില്ലെങ്കിലും ഞങ്ങളത് ചർച്ചക്കിടും, യാതൊരു സംശയമില്ല. ഗ്യാസ് മിനിസ്റ്ററെ പോയി കാണും, CM വേണമെങ്കിൽ പോയി CM കാണും. കോട്ടയ്ക്കൽ അത്രമാത്രം അത് പ്രതിസന്ധിയാണ് അത്തരത്തിലുള്ള ആ പ്രൊജക്റ്റ്. അത് ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള സംഗതി വന്നാൽ കോട്ടയ്ക്കൽ CPM കത്തിച്ചിട്ടുണ്ടാവില്ലേ, ആകെ പ്രശ്നം ഇതൊക്കെ. എപ്പോഴെങ്കിലും ഇത് PWD മിനിസ്റ്ററോട് ഇതൊന്ന് ശോചനീയാവസ്ഥ പരിഹരിക്കാൻ, ഈ നമ്മുടെ ടൗണിലെ വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ, ഈ വെള്ളം കുത്തിയൊഴുകി ജനങ്ങൾ ഒലിച്ചു പോകുന്ന രീതിയിൽ, ബൈക്കും ഓട്ടോറിക്ഷയൊക്കെ ഒലിച്ചു പോകുന്ന രീതിയിൽ ഐറിഷിൽ കൂടെ വെള്ളം പോകുന്നത് ഒന്ന് ഒഴിവാക്കാൻ ഒരു കടലാസ് തൊണ്ട് CPM കൊടുത്തതായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഞാൻ ചെയർമാനായ മുതൽ കഴിഞ്ഞ ഈ ഇറങ്ങിപ്പോയ ചെയർമാൻ വരെ നിരവധി കത്തുകൾ മിനിസ്റ്റർക്ക് കൊടുത്തതിൻ്റെ തെളിവുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊന്നും പാലിക്കാതെയാണ് ഇവർ കോട്ടക്കലിലെ ജനങ്ങൾ. ബസ് സ്റ്റാൻഡിൻ്റെ ഏകദേശം കടമുറികൾ തുറന്നു തുടങ്ങിയിരിക്കുകയാണ്. കുറച്ച് കടകളിൽ അത് ഏറ്റെടുത്ത ആളുകളുടെ അലംഭാവം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പിന്നോട്ടുള്ള ചവിട്ട് കൊണ്ടാണ്, പക്ഷേ കൃത്യമായി വാടക ലഭിക്കുന്നുണ്ട് താനും മുനിസിപ്പാലിറ്റിക്ക് അതിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം കൂടുതലായിട്ടില്ല താനും. സ്വാഭാവികമായിട്ടും നമ്മളുടെ മാർക്കറ്റ് എന്താണ്? ഒരു ആധുനിക രീതിയിലുള്ള ഒരു കോട്ടക്കൽ ചന്ത അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് കോട്ടക്കലിന് ഒരു അത്യാവശ്യ ഘടകമല്ലേ? 2018-20 ബഡ്ജറ്റിൽ കേരളത്തിലെ മാർക്കറ്റ് നവീകരിക്കുന്നതിന് വേണ്ടി കിഫ്ബിയിൽ വന്ന് ഒരു പ്രൊജക്റ്റുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും ആദ്യം പ്രൊജക്റ്റ് കൊടുത്ത നഗരസഭ 2018-19 കോട്ടക്കൽ നഗരസഭയും കുന്നംകുളം നഗരസഭ, കുന്നംകുളം ബസ് സ്റ്റാൻഡിലേക്ക് കൊടുത്തു, നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുത്തു. കിഫ്ബി അന്ന് പറഞ്ഞത് നമ്മുടെ ഗ്രാൻഡ് തരാമെന്ന് പറഞ്ഞു. നമ്മളതിന് 15 ലക്ഷം രൂപ കൊടുത്ത് വലിയ DPR ഉണ്ടാക്കി, സംസ്ഥാന സർക്കാർ പറഞ്ഞവരെ കൊണ്ട് DPR ഉണ്ടാക്കി സംഗതിയൊക്കെ കൊടുത്തെങ്കിലും ഇപ്പോൾ സർക്കാർ അത് ഗ്രാൻഡ് അല്ലാന്നും പലിശ തിരിച്ചടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ 5 കൊല്ലം ആ പണി നടക്കാതെ പോയത്. ഞങ്ങൾ എന്തായാലും ആ ഫയൽ റീഓപ്പൺ ചെയ്യും. സർക്കാർ പൈസ തന്നാലും ഇല്ലെങ്കിലും ശരി, ഞങ്ങൾ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും.
അതിൽ വേണ്ട മാറ്റങ്ങൾ 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള പദ്ധതിയാണ്. അതിൽ വേണ്ട മാറ്റങ്ങൾ, ഒരു ആധുനിക രീതിയിലുള്ള ഒരു മാർക്കറ്റ്, നമുക്ക് ഫിഷ് മാർക്കറ്റ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് മീൻ അവിടെ കിട്ടുന്നു, മീനിനെ അവിടെ തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഹോട്ടലായിട്ടും മറ്റൊരു സംഗതികളായിട്ടും വാല്യൂ ആഡഡ് പ്രൊഡക്റ്റായിട്ട് മാറ്റുന്നതിനുള്ള ഒരു ബഹുമുഖ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് അവിടെ മാർക്കറ്റിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നഗരസഭയുടെ ഓൺ ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ പ്രൊജക്റ്റ് ഉണ്ടാക്കി ഒരു സംഗതി മാർക്കറ്റിൽ നമ്മൾ കൈവെക്കും. കാലാകാലങ്ങളായി ചുങ്കോട്ടി കോട്ടക്കലിൻ്റെ ഹൃദയമാണ്. ഒരു ശൗചാലയം ഇല്ല. അതിന് കാലാകാലങ്ങളായി മാറി വരുന്ന UDF ആണ് ഭരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ശാശ്വതമായ പരിഹാരം യാത്രക്കാർക്ക് നമ്മളെ മുന്നിൽ അത് ഞങ്ങൾ സ്ഥലമില്ല എന്നത് ഒരു ഘടകമാണെങ്കിൽ പോലും ഇപ്പൊ ബയോ ടോയ്ലറ്റ് പോലുള്ള ആധുനിക സംവിധാനങ്ങൾ രക്ഷയില്ല. ഒരു ഇഞ്ച് ഭൂമി പോലും നമുക്ക് റോഡ് സൈഡിൽ പോലും PWD നമ്മൾ അന്നേ ട്രൈ ചെയ്താണ്. PWD ചെറിയ സ്ഥലം തരും. നമ്മളെ മുന്നിൽ അതിനൊരു പ്രപ്പോസലുണ്ട്. ആ പ്രപ്പോസൽ UDF വരികയാണെങ്കിൽ നമുക്കത് പ്രായോഗികമായിട്ട് ആലോചിക്കണം. ആ ഐലൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ അവകാശികൾക്ക് പണം കൊടുത്തുകൊണ്ട് അക്വേസിഷൻ നടപടിയിലേക്ക് മുന്നോട്ട് പോയി ആ ഐലൻഡ് നഗരസഭ വാങ്ങി PWD ഏൽപ്പിക്കുകയും നഗരസഭയുടെ PWD അടുത്തുള്ള വളാഞ്ചേരി റോഡിലേക്ക് പോകുന്ന ചെറിയ പോക്കറ്റ് നഗരസഭയ്ക്ക് കൈമാറുകയും ചെയ്താൽ ഈ പ്രശ്നത്തിന് പരിഹാരം പറ്റും. ആ ഐലൻഡ് നഗരസഭ വാങ്ങിയിട്ട് എന്ത് ചെയ്യുക, ഗവൺമെൻറ്റിന് കൊടുക്കുക. ഗവൺമെൻറ്റിൻ്റെ അടുത്തുള്ള PWD അടുത്തുള്ള ആ ചെറിയ ഒരു 50 മീറ്റർ നീളമുള്ള അല്ലെങ്കിൽ 25 മീറ്റർ വീതം മാത്രമുള്ള ചെങ്കോട്ടിൽ നിന്ന് വളാഞ്ചേരിക്ക് പോകുന്ന ചെറിയ റോഡ് നഗരസഭയ്ക്കും വിട്ടുകൊടുത്താൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം. നമ്മൾ അത്തരത്തിലുള്ള സംഗതി സർക്കാരിൻ്റെ മാത്രം കയ്യിൽ നിൽക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അല്ലെങ്കിൽ നഗരസഭ ഏറ്റെടുക്കാൻ, റെസ്റ്റ് ഹൗസ് നഗരസഭ ഏറ്റെടുക്കാൻ റെഡിയാണ്. നഗരസഭയുടെ ഭൂമി ചനക്കലുണ്ട്, അത് നമുക്ക് നഗരസഭ സർക്കാരിനെ ഏൽപ്പിച്ചു കൊടുക്കുക. അവിടെ ഒരു റെസ്റ്റ് ഹൗസ് ഉണ്ടാക്കട്ടെ. നമുക്ക് ഇവിടെ ബസ് സ്റ്റാൻഡ് ചെറിയ ഒരു ബസ് വേ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നമുക്കൊരു കാര്യം ചെയ്യാമല്ലോ. നമ്മൾ റെസ്റ്റ് ഹൗസിൽ ഇതൊക്കെ ഗവൺമെൻറ് 100% ഈ കോട്ടക്കലിലെ ജനങ്ങളോട് നീതി പുലർത്തുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ സംഗതികളാണ്. ഇപ്പോൾ തിരിച്ചു വന്നാൽ ഇനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തിരഞ്ഞെടുപ്പാണ് ഇനി ബാക്കിയുള്ളത്. തീർച്ചയായിട്ടും. ആരെല്ലാമാണ് നേതൃനിരയിലേക്ക് വരാൻ പോകുന്നത്? സാജിദ് വരും, സുലൈമാൻ വരും, മങ്ങാട് അബ്ദു സാഹിബ് വരും, പിന്നെ 13ാം വാർഡിൽ ജയിച്ച കൗൺസിൽ വരും, ഇന്ത്യൻ നിന്ന് ജയിച്ച ഒരു കൗൺസിൽ വരും. അതാണ് പാർട്ടിയുടെ തീരുമാനം. ബഹുമാനനായ സംവിധാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് ഒരു മുളം മുന്നേ എറിഞ്ഞു എന്നാണോ ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട്? അങ്ങനെ ഉണ്ടോ? പാർലമെൻ്ററി പാർട്ടിക്കും അതിൻ്റെ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ആ ഷെഡ്യൂൾ പ്രകാരമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടില്ലേ. പാർട്ടി ആലോചിച്ചിട്ട് ജില്ലാ സംസ്ഥാന കമ്മിറ്റിയൊക്കെ ആലോചിച്ചിട്ട് ഏത് തീരുമാനം എടുത്താലും ഞങ്ങളത് അംഗീകരിക്കും. അങ്ങനെ പാർട്ടിയിൽ നിങ്ങൾ ആദ്യം മുയം എറിഞ്ഞു എന്ന് ആർക്കും പരാതിയില്ല, ആർക്കും സംഗതിയില്ല. അതൊക്കെ നിങ്ങളുടെ ഭാവന സൃഷ്ടിയിൽ നിന്നുണ്ടാക്കുന്ന ആരോപണങ്ങളാണ്. എന്താണെങ്കിലും ഞങ്ങളെല്ലാവരും 27 ആളുകൾ ജയിച്ചിട്ടുണ്ട്. 27 ആളുകളും ഒറ്റക്കെട്ടായും പാർട്ടിയും ഒറ്റക്കെട്ടായി പോകും. കൂടി ആലോചിച്ച ശേഷം മാത്രമേ വികസന പ്രവർത്തനങ്ങളും കോട്ടക്കലിൻ്റെ പൊതുവായ കാര്യങ്ങളും നടത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അഭിപ്രായത്തില്ലാതെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. വേറൊരു കാര്യം ഇതുപോലെ തന്നെയാണ്, നമ്മളുടെ ടൗണിലെ വികസനവും മറ്റ് റോഡും കാര്യങ്ങളും ഒക്കെ പറയുന്നതാണല്ലോ. കുടിവെള്ളം കോട്ടക്കൽ ഒരു അവസാനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ടാങ്കറിൽ വെള്ളം അടിച്ചുകൊണ്ടേയിരിക്കുക. വലിയൊരു ബാധ്യത നഗരസഭയ്ക്ക് ഉണ്ടാകുമ്പോഴും ഇതിനൊരു ശാശ്വതമായ പരിഹാരം, ഒരു സ്രോതസ് കോട്ടക്കലില്ല എന്നതൊക്കെ അറിയാം. എന്നാലും അതിന് ഒരു പരിഹാരം നിർബന്ധമായി കാണുക. അമൃത് പദ്ധതി സ്റ്റാർട്ട് ചെയ്തു എന്ന് മുൻ ചെയർപേഴ്സൺ മാധ്യമങ്ങളോട് അറിയിച്ചതാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്? കോട്ടക്കലിലെ അമൃത് പദ്ധതി വരുമ്പോൾ 16 കോടി രൂപയാണ് കോട്ടക്കൽ നഗരസഭയ്ക്ക് നിലവിലുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റിൻ്റെ പൈപ്പ് ലൈൻ മാറ്റി 1980 പൈപ്പാണ് ഇപ്പോൾ ഉള്ളത്. അത് പല ഭാഗത്തും ഉപയോഗശൂന്യമായി കിടക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ലീക്കായി വരികയോ ചെയ്യുകയാണ്. അത് മാറ്റുകയും പുതിയ പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇടുന്നതിന് വേണ്ടിയിട്ട് 16 കോടി രൂപയുടെ ടെൻഡർ കാലിക്കറ്റുള്ള ഒരു ടീം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യപടി നിൽക്കാൻ മിനി റോഡിൽ ആ പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം കോട്ടക്കൽ നിങ്ങൾ തന്നെ പറഞ്ഞു സ്രോതസ്സില്ല, അത് തന്നെ നമ്മൾ പ്രശ്നം. മറ്റുള്ള സ്ഥലത്ത് നിന്ന് ഇപ്പോൾ തൂതപ്പോയിന്നോ അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വെള്ളം കിട്ടണമെങ്കിൽ കോട്ടക്കൽ നഗരസഭ മാത്രം വിചാരിച്ചാൽ പറ്റില്ല.
ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ശക്തമായ പിൻബലം, പൊളിറ്റിക്കൽ ഡിസിഷൻ, കാരണം കോടിക്കണക്കിന് 100 കോടിയിലധികം രൂപ വരുന്ന ഒരു പ്രൊജക്റ്റിനെ ശക്തമായ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കേണ്ട ഒരു പ്രൊജക്റ്റാണ് കോട്ടക്കലിലെ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത്. എന്ന് തന്നെയാണെങ്കിലും ഏതൊക്കെ പ്രൊജക്റ്റ് ഉണ്ട്, എന്തൊക്കെ പ്രൊജക്റ്റുകൾ ചെയ്യും, ഞങ്ങളെ ആദ്യം ഈ ബോർഡിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. ഞങ്ങൾ എന്താണെങ്കിലും അത് കൈവച്ചിരിക്കും. ഞങ്ങൾ എന്താണെങ്കിലും അതിൻ്റെ ചർച്ച വിത്തിൻ 1 മന്തിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഈ കോട്ടക്കലിൽ എന്തൊക്കെയാണ് പ്രൊജക്റ്റ് ഉള്ളത്, എങ്ങനെയൊക്കെയാണ്, എവിടെയാണ് തടസ്സമുള്ളത്, ഇനി എന്ത് ചെയ്യാൻ പറ്റും, ആരാണ് അതിന് ഫണ്ട് തരേണ്ടത്, എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുക എന്നുള്ളത് വ്യക്തമായിട്ട് ഞങ്ങൾ ഈ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചിരിക്കും. ഞങ്ങൾ ജനങ്ങളിടയിൽ അതിൻ്റെ കാര്യസഹിതം ഞങ്ങൾ വിശദീകരിക്കും. ഈ ഭരണസമിതി വരുമ്പോഴേക്കും കുടിവെള്ള ക്ഷാമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതി വരാതിരിക്കാനുള്ള ഞങ്ങളുടെ അങ്ങേയറ്റുള്ള ശ്രമത്തിന് വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 15-20 വർഷത്തോളമായി ഒരു ബൈപ്പാസ് നോക്കുകുത്തിയായിട്ട് കുറ്റിപ്പുറത്ത് അമ്പലത്തിൻ്റെ മുന്നിൽ സ്റ്റക്കായി നിൽക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ എന്ന് പറയുമ്പോഴും നഗരസഭയോ അല്ല എങ്കിൽ MLAയുടെയോ ശക്തമായ ഒരു പ്രഷർ ചെലുത്താത്തതാണ് എന്ന കാരണമാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. നോക്കൂ സന്ദീപ്, നമ്മുടെ പദ്ധതിക്ക് പണം തരേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. PWD MLA എത്ര പ്രാവശ്യം സമരിച്ചു. ഞങ്ങൾ ഈ ബഡ്ജറ്റ് 100 രൂപ വെച്ചിട്ട് മുഖ്യമന്ത്രിക്ക് 100 രൂപ തിരിച്ചയച്ച പാർട്ടിൻ്റെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. 100 രൂപ വെച്ച് ഒരിക്കൽ 100 രൂപ മണി ഓർഡർ അയച്ച് മണി ഓർഡർ മുഖ്യമന്ത്രി വാങ്ങാതെ തിരിച്ച് പോസ്റ്റ് ഓഫീസ് വെച്ചെടുക്കുക. ഇപ്പോഴാണ് 100 രൂപ മണി പോസ്റ്റ് ഓഫീസിൽ ഇരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത്, സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റ് നഗരസഭ പറയാത്തത് കൊണ്ടാണ് ചെയ്യാത്തതെന്ന് പറയാൻ കുറച്ച് തൊലിക്കട്ടി വേണം. MLA പറയാം, MLA കത്തുകളും ഇടപാടുകളും ചെയ്തതിൻ്റെ 100 കണക്കിന് കത്ത് ഞങ്ങളുടെ സ്റ്റോക്കാണ്. ഈ MLA പറഞ്ഞ് മടുത്തിട്ട് ഇപ്പോൾ പറയാൻ തന്നെ MLA പോലെ നിയമസഭയിൽ എത്ര പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ടുള്ളേ. നമ്മുടെ ഈ മറ്റേ മൂടാൽ ബൈപ്പാസും കോട്ടക്കൽ ബൈപ്പാസും നിരവധി തവണ MLA നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, ആക്രോശിച്ച് സംസാരിച്ചിട്ടുണ്ട്, മിനിസ്റ്റർ നേരിട്ട് പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ പദ്ധതിക്ക് ഫണ്ട് തരാം. ഇപ്പോൾ എന്താ പറഞ്ഞാൽ അലൈൻമെൻറ്റിൽ എന്തൊരു ഡിഫറൻസ് ഉണ്ട്. ഈ പാവപ്പെട്ട ആ സ്ഥലം വിട്ടു തന്ന ജനങ്ങളോട് എന്താ നമ്മൾ പറയാം, അലൈൻമെൻറ്റ് പ്രശ്നമാണ്, അതുകൊണ്ട് ഇപ്പോൾ ഫണ്ട് തരില്ലെന്നാണ്. ഇതൊക്കെ മുടന്തൻ ന്യായങ്ങൾ സർക്കാർ പറയുകയാണ്. UDF വന്നാൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കും. കോട്ടക്കൽ നഗരസഭ ബൈപ്പാസ് അതെന്താണെങ്കിലും നമുക്കവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധവും അതോടൊപ്പം അത് നടപ്പിലാക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ഇനി കോട്ടക്കലിൽ നമുക്ക് ഞങ്ങൾ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കോട്ടക്കലിലെ ജനങ്ങളെ 4ആയി തരംതിരിക്കും. കുട്ടികൾ, യുവാക്കൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാരായ കുട്ടികൾ എന്ന് പറഞ്ഞ് ഈ 4 ടീമിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ കൗൺസിലേഴ്സിനെ ഞങ്ങൾ 4ആയിട്ട് തരംതിരിച്ചുകൊണ്ട് പ്രൊജക്റ്റുകൾ ഇത് ഞങ്ങൾക്കെല്ലാം ഈ 25 ആൾക്കും എല്ലാത്തിലും വിവരമുണ്ട് എന്ന അവകാശവാദങ്ങൾ ഞങ്ങൾക്കില്ല. അങ്ങനെ പറയാൻ കഴിയില്ല. അഡ്വക്കേറ്റ് മുതലുള്ള കൗൺസിലേഴ്സ് ഉണ്ട്. അതെല്ലാം ചെയർമാന് ചെറിയ തലവേദന ഒന്നും ആയിരിക്കില്ല. ചോദ്യങ്ങൾ ഇവിടെ ഇല്ല എങ്കിലും സ്വാഭാവികമായിട്ടും ലീഗ് ഓഫീസിൽ ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയില്ലേ? ഞാൻ പറഞ്ഞല്ലോ, അവരുടെ കഴിവുകളെ ഞാൻ അത് പോസിറ്റീവായിട്ട് കാണും. ഞങ്ങൾക്ക് MLA ഉണ്ട്, യൂത്ത് കോർഡിനേറ്റർമാരുണ്ട്, ഞങ്ങളുടെ പരിചയസമ്പന്നരായുള്ള കൗൺസിലേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഈ നഗരസഭയുടെ പുതിയ കൗൺസിൽ 2025-30 കൗൺസിലിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ 4 വിഭാഗം ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ എങ്ങനെ തയ്യാറാക്കാം, ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ടുകൾ എങ്ങനെ കൊണ്ടുവരാം എന്നൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര വിജ്ഞാനം ഉള്ളവരല്ല. ഞങ്ങളെ സംബന്ധിച്ചും പുതിയ പദ്ധതികൾ ഉണ്ടാക്കണമെങ്കിൽ, പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയാണ് ഈ ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഞങ്ങൾ പഠിച്ചു വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം ഇത്തരം വിവരമുള്ള ആളുകളെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഞങ്ങൾ ചർച്ച ചെയ്യും. രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ആളുകളെ ഞങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഇത്തരം പദ്ധതികളെക്കുറിച്ച് ഞങ്ങൾ വിശദമായി പഠിച്ച് ഒരു DPR ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഈ 4 വിഭാഗം ജനങ്ങളെയും ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയാൽ കോട്ടക്കലിലെ മൊത്തം മുഴുവൻ ആളുകളും ഇവിടെ ഇതിൽ സംതൃപ്തമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായി, കുട്ടികൾ, യുവാക്കൾ, വയോജനങ്ങൾ, ഭിന്നശേഷികൾ, ഈ 4 വിഭാഗത്തിൽ വരാത്ത ആരും ഇവിടെ ഇല്ലല്ലോ.
അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ യുവാക്കൾക്ക് വേണ്ടി നമുക്ക് കോട്ടക്കലിൽ ഒരു നല്ല ഒരു സ്റ്റേഡിയം ഉണ്ടാക്കണം. ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ നമ്മൾ താങ്കൾ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു തുടക്കത്തിലെ ഒരു ആദ്യ ഘട്ടം എന്ന നിലയിൽ കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ട് സിന്തറ്റിക് ട്രാക്കിൽ അടക്കം നോക്കി നമ്മൾ 10-25 കോടി രൂപ മുടക്കി ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പ്രാദേശികമായിട്ട് അവിടെ കുടിവെള്ള പ്രശ്നം വന്നു, ഈ ഞാറുമരം വന്നു. ഇതൊക്കെ പ്രതീക്ഷ ഇപ്പോൾ നമ്മൾ നഗരസഭേൻ്റെ അടുത്തുള്ള പാടം കളിസ്ഥലത്തിന് വേണ്ടി വാങ്ങിച്ചാണ്. അവിടെ കളിസ്ഥലം ആക്കാൻ പറ്റില്ല എന്ന് CPM സമരം ചെയ്തു, കൊടിവെച്ചു ഒക്കെ ചെയ്തെങ്കിലും ഇനിയും നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. പ്രകൃതിക്ക് ബുദ്ധിമുട്ടില്ലാത്ത നിയമത്തിന് അനുസൃതമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ്, പ്രകൃതിയും നിയമവും വെച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഏതിനാണ് വെയിറ്റേജ് എന്ന് പബ്ലിക്കിൻ്റെ ഹെൽത്തും കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് എവിടെയാണോ സ്റ്റേഡിയം വരാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ സ്റ്റേഡിയം വാങ്ങാൻ നഗരസഭ ഫണ്ട് വെച്ചുകൊണ്ടുള്ള സംഗതിയെക്കുറിച്ച് ചിന്തിക്കും. യുവാക്കൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ, ഒരു നാടിൻ്റെ, ഒരു സ്ഥലത്തിൻ്റെ പ്രതീക്ഷയുമാണ്. അവരെ വിശ്വാസത്തിലെടുക്കാതെ ഒരു ഭരണസമിതിക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. വയോജനങ്ങൾ എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഇന്നലകൾ ജീവിച്ച അവരെ കണക്കിലെടുക്കാതെ, അവരുടെ മലയാളത്തിൽ പറഞ്ഞ കുരുത്തവും പൊരുത്തവും വാങ്ങാതെ, അവർക്ക് വേണ്ട നീഡ്സ് അറിയാതെ, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ഒരു തോടും പാലവും ഒരു റോഡും നന്നാക്കിയാൽ ഒരു വികസനമാവില്ല. ഭിന്നശേഷിക്കാരെ കയ്യിൽ തോളോട് തോള് പിടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, അവർക്ക് വേണ്ടിയിട്ടുള്ള സംഗതികൾ അവരെ കൂടെ നഗരസഭയും ജീവിക്കാതെ തോടും പാലങ്ങളും വലിയ വലിയ ബിൽഡിങ്ങുകളും മാർക്കറ്റുകളും നന്നാക്കിയാൽ വികസനം വരില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ. അവരെയും കൂട്ടിപ്പിടിക്കുമ്പോൾ അവരുടെ മാനസികമായ ഉല്ലാസങ്ങൾ ആണ് കോട്ടക്കലിൻ്റെ യഥാർത്ഥ വികസനം. അവരുടെ അച്ഛന്മാരുടെയും അമ്മമാരുടെയും അവരുടെ രക്ഷിതാക്കളുടെ സംതൃപ്തിയും അവരുടെ സമാധാനവുമാണ് കോട്ടക്കലിൻ്റെ വികസനം എന്ന് പറയുന്നത്. അതല്ലാതെ അതിമനോഹരമായ റോഡുകൾ, അതിമനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ മാത്രമല്ല വികസനം എന്ന് പറയും. ഇവരെയും കൂട്ടിപ്പിടിക്കുമ്പോൾ ഡയാലിസിസ് രോഗികളെ, ക്യാൻസർ രോഗികളെ, ഭിന്നശേഷിക്കാരെ ആളുകളെ എല്ലാവരും കൂട്ടിപ്പിടിക്കുന്ന ആ കൂട്ടിപ്പിടുത്തത്തിൽ താങ്കൾ ചെയർമാനായിരുന്ന കാലത്താണ് ഡയാലിസിസ് എന്ന പദ്ധതി കോട്ടക്കലിൽ സ്റ്റാർട്ട്. ഇപ്പോൾ 10 വർഷം പൂർത്തീകരിച്ച് പോകുമ്പോൾ നല്ലൊരു തുക മാറ്റിവെച്ചിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതി ഇറങ്ങിപ്പോകുന്നത്. ഇതിന് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് തുടക്കം കുറിച്ച വ്യക്തി എന്ന നിലയിൽ എന്തെങ്കിലും എന്താണെങ്കിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിലുള്ളത് പ്ലാനുകൾ വെച്ചാൽ വയോജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നമ്മളെ സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ വയോമിത്രം പദ്ധതി നമുക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കണം. ഒരു മനുഷ്യൻ്റെ ആരോഗ്യ രംഗത്തിനാണ് നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾ മാക്സിമം ഫണ്ട് നമ്മളുടെ എക്സ്പെൻഡിച്ചറിൽ നമ്മളൊന്നും കാണാത്ത, ഡയറിയിൽ എഴുതി വെക്കാത്ത, സ്വരൂപിക്കാത്ത ഫണ്ടുകൾ നഷ്ടപ്പെടുന്ന വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ്. അല്ലെങ്കിൽ അത് യുവാക്കൾക്കും വരുന്നുണ്ട്. ആ റേഷ്യോ കുറച്ച് കുറയും. വയോജനങ്ങളും യുവാക്കളും തമ്മിൽ റേഷ്യോ വരും. അത്രയും ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് സൗജന്യമായി കോട്ടക്കൽ നഗരസഭയിലെ വയോജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നിയമം നമുക്ക് അനുകൂലമാണെങ്കിൽ കോട്ടക്കൽ നഗരസഭ അത്തരത്തിലുള്ള ഒരു പ്രപ്പോസലുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകും. ഒരു സംശയമില്ല. ഇത് പറയുമ്പോഴാണ് പണ്ട് താങ്കൾക്കെതിരെ ഉയർന്നിരുന്ന ഒരു ആരോപണമായോ ഒന്നും ഞാൻ കാണുന്നില്ല. തീർച്ചയായിട്ടും ഒരു ആരോപണമായിട്ട് ഞാൻ കാണുന്നില്ല. എങ്കിലും പറഞ്ഞിരുന്ന കാര്യം എന്ന് വെച്ചാൽ KK ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം അത് ചെയ്യും, പിന്നീട് മറ്റ് പേപ്പർ വർക്കുകളെ കുറിച്ച് ശ്രദ്ധിക്കുകയുള്ളൂ എന്ന്. എന്താ കാര്യം? ഞാൻ പോസിറ്റീവായിട്ടാണ് ആലോചിക്കല്. ഞാൻ എന്താണെങ്കിലും ഒരു സംഗതി ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സംഗതിയുടെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇത് ഉണ്ടായാൽ നാട്ടിലുണ്ടാവുന്ന പോസിറ്റീവ് ആലോചിക്കും. പക്ഷെ അത് നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നിയമപരമായിട്ട് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം, പക്ഷെ 100 ആളുകൾക്ക് അത് കൊണ്ട് ഉപകാരം ഉണ്ടായിരിക്കാം. പക്ഷെ KK ചെയ്തത് ശരിയായിരിക്കാം, പക്ഷെ നിയമപരമായിട്ട് ചിലപ്പോൾ തെറ്റാണെന്ന് ആരോപിക്കുന്നവരോട് എന്താണ് പറയേണ്ടത്? നിയമപരമായി തെറ്റാണെങ്കിൽ നമ്മളെ പേരിൽ കേസുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരണ്ടേ? ഒരു കേസും അത്തരത്തിലുള്ള വന്നിട്ടില്ല. ഞാൻ എന്താ വെച്ചാൽ ഫാസ്റ്റാണ് കാര്യങ്ങളെക്കുറിച്ച്. ആദ്യം വർക്ക് പിന്നെ പേപ്പർ എന്നാണോ? ഇല്ല, രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകേണ്ട. അതിനെക്കാട്ടിലും ഇപ്പോൾ സ്മൂത്താണ്. കാരണം K-സ്മാർട്ട് പോലെയുള്ള സംഗതികൾ വന്നപ്പോൾ പേപ്പർ വർക്കും ഒഫീഷ്യലായുള്ള കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോലെ നടക്കുകയുള്ളൂ. എൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള നഗരസഭയിൽ വരുന്ന ഏതൊരാളും സന്തോഷത്തോടു കൂടി അല്ലാതെ ഇറങ്ങിപ്പോകാൻ പാടില്ല. ഒരാളോട് നോ പറയില്ല. അവർ ചെയ്ത അവരുടെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഒഫീഷ്യലായിട്ട് ശരിയാക്കി കൊടുക്കാൻ പറ്റുക എന്നുള്ള ചിന്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക്
ഞാൻ കൊടുക്കാൻ പോകുന്ന നിർദ്ദേശം. ചെയറിലിരിക്കാതെ അവരുടെ അടുത്തേക്ക് പോകും. ഞാനൊക്കെ ഒരുപാട് തവണ കണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ ഏതൊരാൾ വന്നാലും ചിലപ്പോൾ നടക്കാത്ത കാര്യമായാലും അവർ സന്തോഷത്തോടെ അവിടെ ഇറങ്ങി പോവാറ്. കാരണം വെച്ചാൽ KK പറഞ്ഞു അല്ലെങ്കിൽ ചെയർമാൻ പറഞ്ഞു കാര്യം നടക്കുമെന്ന്. അതെന്താണ് ആ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു മനോഭാവം എന്തുകൊണ്ടാണ് പുലർത്തിയത്? ഞാൻ വളരെ ചെറുപ്പം മുതൽ പൊതുപ്രവർത്തന രംഗത്തുമുണ്ട്, അതുപോലെ തന്നെ ചെറിയ ബിസിനസ് രംഗത്തും ഒക്കെ ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന ഒരു ആളെന്ന നിലയ്ക്ക് ഒരാളെ മനസ്സ് വായിക്കാൻ എനിക്ക് വളരെ പെട്ടെന്നായി. കാരണം വെച്ചാൽ ഞാൻ കാണുന്ന ഇത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചാൽ മതി. ഈ ഒരു അപേക്ഷകൻ ഞാനാണ് വന്നത് എന്നുണ്ടെങ്കിൽ ഞാനൊരു ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ സംസാരിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു പോസിറ്റീവായിട്ട് എനിക്ക് കിട്ടേണ്ട ആൻസർ കിട്ടിയില്ലെങ്കിൽ അതിനെ അവരെ ചോദ്യം ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാനാണ് ഇവരെ മുന്നിലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഉണ്ടാകേണ്ട പോസിറ്റീവായി ചെയ്യേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എൻ്റെ എല്ലാ ബന്ധങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവരുടെ കൂടെ എൻ്റെ എല്ലാ സ്വാധീനവും ഉദ്യോഗസ്ഥന്മാരോട് ആ പ്രിൻസിപ്പിൽ പറഞ്ഞ് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒരു ചെറിയ നൂലാമാല പറഞ്ഞ് മടക്കി പറഞ്ഞയക്കുന്നതിന് പകരം ചെറിയ ചാൻസ് ഉണ്ടെങ്കിൽ അവർക്കത് ചെയ്തു കൊടുക്കുക എന്നുള്ള, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാർ ബുദ്ധിമുട്ടാകാനും പാടില്ല. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ എപ്പോഴും ഇതിനൊക്കെ ആലോചിക്കുന്നത്. ഇതേമാതിരി ഒരു പോസിറ്റീവ് വീണ്ടും ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കോട്ടക്കൽ നഗരസഭയിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മാലിന്യ പ്രശ്നം. തീർച്ചയായിട്ടും ഏക്കർ കണക്കിന് ഭൂമി മയിലാടിയിലുണ്ട്. ഇപ്പോൾ അത് മരവട്ടം വാർഡിലേക്ക് മാറിയെങ്കിൽ പോലും എന്നും നഗരസഭയ്ക്ക് ഒരു കീറാമുട്ടിയാണ്. അവിടെ ദുരിതഗതിയിൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണം അവിടേക്ക് മാറ്റാൻ, കാരണം പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം, മാലിന്യം എന്ന് പറയാൻ പാടില്ല, ഇപ്പോൾ അവിടുന്ന് റീസൈക്കിൾ ചെയ്ത് കൊണ്ടുപോകാവുന്ന സംസ്കരണം എന്ന് പോലും പറയാൻ പറ്റാത്ത ആ സംവിധാനം കോട്ടക്കൽ നഗരസഭയിലെ മയിലാടിയിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നോക്കൂ സന്ദീപേ, കോട്ടക്കൽ നഗരസഭക്കാണ് മാലിന്യ സംസ്കരണത്തിലും ശുചിത്വ മിഷൻ്റെ മലപ്പുറം ജില്ലയിലെ 1ാം സ്ഥാനം കിട്ടിയത്. നമ്മെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് തന്നെ 5ാം സ്ഥാനം കോട്ടക്കലിനാണ്. ഇന്ത്യയിലെ 248ാമത്തെ സ്ഥാനമാണ് ഇന്ത്യയിലെ കോട്ടക്കൽ നഗരസഭകൾ. ഇത് ഒരു സുപ്രഭാതത്തിൽ കോട്ടക്കലിലെ മുസ്ലിം ലീഗ് ഓഫീസിൽ നിന്ന് കൊടുത്ത സർട്ടിഫിക്കറ്റിന് മുകളിലല്ലോ ഈ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് മുനിസിപ്പാലിറ്റി ആയിട്ട് കോട്ടക്കൽ മാറിയത്. ഇത് ഉള്ള സൗകര്യം വെച്ച് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മയിലാടി കൊണ്ടുപോകാതെ, മയിലാടി ആൾക്കാരെ വെറുപ്പിക്കാതെ, അവിടുത്തെ ആൾക്കാരുടെ CPM അടക്കമുള്ള ആളുകൾ അവിടെ ബ്രെയിൻ വാഷ് ചെയ്ത് കാട്ടിക്കൂട്ടുന്ന അതൊന്നും ഞങ്ങൾ കണക്കിലെടുക്കാതെ ഈ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരമാണ് നഗരസഭയ്ക്ക് കിട്ടിയിട്ടുള്ള ഈ സ്വച്ഛ് ഭാരത് അവാർഡ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു, ഇപ്പോൾ ഇത് ചെയ്യുന്ന ഈ സ്വച്ഛ് ഭാരതിൻ്റെ ഈ നഗരസഭ പദ്ധതി മാലിന്യ സംസ്കരണ പ്ലാന്റ് അല്ലെങ്കിൽ മാലിന്യം എന്ന് പറയാനില്ല, ഈ റീസൈക്ലിങ്ങിൻ്റെ സംവിധാനം പ്ലാസ്റ്റിക് സ്വരൂപിച്ച് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള അവിടെ അതിൻ്റെ ഇത് തുടങ്ങുന്നത് കോട്ടക്കലിൻ്റെ ഹാർട്ടിലാണ്. കോട്ടക്കൽ നഗരസഭയുടെ മുറ്റത്താണ്, നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ മുറ്റത്താണ്, ഹെൽത്ത് സെൻ്ററിൻ്റെ ചുമരിലാണ്. ഇത് നമ്മൾ പബ്ലിക്കിനിടയിൽ കാണിച്ചു കൊടുത്ത് ഈ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷം മാത്രം അതിൻ്റെ മരവട്ടത്തെ ആളുകളെ കൊണ്ടുവന്ന് കാണിച്ച് ഇതൊരു ആ പ്രദേശത്തുള്ള ആളുകൾക്ക് സാമ്പത്തികപരമായിട്ടും ഉന്നമനത്തിന് സാധ്യതയുണ്ട് എന്ന് ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരാൽ നടത്തപ്പെടുന്ന അവരാൽ നടത്തപ്പെടുന്ന അവിടെ പ്രദേശത്ത് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് സംജാതമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത്തരം സംജാതമാകുന്ന ഒരു കാലത്ത് ഞങ്ങൾ ആ സാധനങ്ങൾ മരവട്ടത്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ മരവട്ടത്തേക്ക് കൊണ്ടുപോയി അവിടെ ഒരു പ്രശ്നബാധിത മേഖലയാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മാലിന്യം ഇനി മരവട്ടത്ത് കൊണ്ടുപോയില്ലെങ്കിലും മരവത്ത് കൊണ്ടുപോയാലും മാലിന്യ സംസ്കരണത്തിന് മുന്തിയ പരിഗണന നൽകും. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെങ്കിൽ ഞങ്ങൾ നടപടി സ്വീകരിക്കും. അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെങ്കിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. കച്ചവടക്കാരുമായിട്ടുള്ള സൗഹൃദം ഞങ്ങൾ ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കും. അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൊതുസമൂഹത്തിൻ്റെ ഇടയിലുള്ള നമ്മുടെ ഹരിതകർമ്മ സേനയൊക്കെ എടുത്തു പറയേണ്ട ടീമാണ്. നമ്മുടെ നാട്ടിലെ അത്തരം സംവിധാനം എത്ര ബൃഹത്തായിട്ട് എത്രമാത്രം ഉഷാറായിട്ട് നടക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ മാസത്തിൽ കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മാലിന്യം അവിടെ അത് മാലിന്യമായി മാറുകയായിരുന്നു. ഇപ്പോൾ നഗരസഭയ്ക്ക് അതിൻ്റെ ഒരു കിട്ടുന്നു. ഒരു 10-50 കുടുംബം അതുകൊണ്ട് സുഖസുന്ദരമായിട്ട് മാന്യമായിട്ട്
ജീവിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു കാര്യമല്ലേ. ഇതുപോലെ ഇനി ഒരു ചോദിക്കാനുള്ളത്, 6 പ്രതിപക്ഷാംഗങ്ങൾ, പ്രതിപക്ഷം എന്ന് പറയാൻ പാടില്ല എങ്കിലും പ്രതിപക്ഷാംഗങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാവരും സുഹൃത്തുക്കൾ തന്നെയായിരിക്കും താങ്കളുടെ. എങ്ങനെ കാണുന്നു അവരെ? ഇനിയുള്ള 35 പേരാണ് ഞങ്ങൾ ഭരിക്കുന്നത്. 6 21 2 ഒരു സംഗതി ഇല്ല. ഞങ്ങൾ 35 പേരും കൂടി ഇരുന്ന് ആലോചിച്ച് നല്ല പ്രൊജക്റ്റുകൾ ഉണ്ടാക്കും, നല്ല സംഗതികൾ ഞങ്ങൾ ചെയ്യും. ആ 6 പേരിൽ കഴിവുള്ള ഒട്ടനവധി ആളുകളുണ്ടല്ലോ. ആ 6 പേരിൽ തന്നെ 6 പേർക്കും അവരുടേതായിട്ടുള്ള മേഖലകൾ ശോഭിക്കാൻ പറ്റിയ ആളുകളാണ്. BJPൻ്റെ 2 കൗൺസിലർമാരുണ്ട്, അവർക്കും അവരുടെ കഴിവുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ട് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ ആ സംഗതികൾ, ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ വികസന രംഗത്തെ ഒരു പുതിയ കാൽവെപ്പുമായി കോട്ടക്കലിൽ തുടക്കം കുറിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത 2030 ഞങ്ങൾക്കൊക്കെ ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അഭിമാനത്തോടു കൂടി തന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ 27+ ആണ് അന്ന് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരെയും റിസോഴ്സ് എടുത്തിട്ട് മുന്നോട്ട് ഇറങ്ങി ഏറ്റവും നല്ല നഗരസഭയെ, ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു നഗരസഭയായിട്ട് ഞങ്ങൾ ഇതിനെ കൊണ്ടുപോകും. പ്രത്യേകിച്ചും ഒരു 4 മാസം കൂടി കഴിയുമ്പോഴേക്കും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ ഒരു UDF സ്ഥാനാർത്ഥിയായി KK എന്നുള്ള താങ്കൾ, KK നാസർ, KK എന്ന് പറയുമ്പോൾ നിലവിൽ ഒരു KK ഉണ്ട്, KK നാസർ വരാൻ സാധ്യത ഉണ്ടോ? പൊളിറ്റിക്കലാണ്. ഈ കാലം എന്താണ് വിധി എഴുതിയെന്ന് നമുക്കറിയില്ല. എങ്ങനെയാണെങ്കിലും ഞാനിപ്പോൾ ഒരു കോട്ടക്കൽ നഗരസഭയുടെ ചെയർമാനാണ്. ആ നഗരസഭയുടെ ചെയർമാൻ നിലയ്ക്ക് എനിക്ക് അത്യാവശ്യത്തിന് ഇപ്പോൾ പണിയുണ്ട്. പാർട്ടി പറയുന്ന ഏതൊരു പണിയും എടുക്കാനാണ് എനിക്ക് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ഉണ്ടാകുമെന്നോ ഉണ്ടാകില്ല എന്നോ ഞാൻ പറയാൻ ആളല്ല. ഞാൻ ഇന്ന് കോട്ടക്കൽ നഗരസഭയുടെ ചെയർമാൻ നിലയ്ക്കുള്ള വർക്കുമായി മുന്നോട്ട് പോകും. ഓക്കെ, ഇത്രയും നേരം നവാവിഷിൻ്റെ പ്രേക്ഷകരോട് സംബന്ധിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഏതായാലും കോട്ടക്കലിലുള്ള പ്രയാണത്തിലേക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. വീണ്ടും നമ്മളുടെ എല്ലാ നഗരസഭയുടെ എല്ലാ നല്ല ഉദ്യമത്തിനും എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ട നവാവിഷൻ്റെ പ്രേക്ഷകരോട്, കോട്ടക്കലിലെ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. പുതിയ ഒരു അധ്യായം തുന്നി ചേർക്കുകയാണ്. കോട്ടക്കൽ നഗരസഭയിലെ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എന്നോടോ എൻ്റെ സഹപ്രവർത്തകരോടോ നേരിട്ട് പറയുകയോ നവാവിഷനിലൂടെ അറിയിച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള മറുപടിയും വികസന കാര്യങ്ങളിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടും നിങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളെ അറിയിക്കുക. അത് നമുക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് കോട്ടക്കലിൽ വിളവെടുക്കാൻ സന്തോഷത്തോടു കൂടി കോട്ടക്കൽ ജനതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് KK നാസർ. താങ്ക് യു.